2007 രാഹുൽ ഗാന്ധി കേരളത്തിൽ യൂത്ത് കോൺഗ്രസിന് അധ്യക്ഷരെ പ്രഖ്യാപിക്കുന്നു. ഉമ്മൻചാണ്ടിയുടെ കടുത്ത നിലപാടിൽ ആ പ്രഖ്യാപനം മാറ്റി ടി സിദ്ദിഖ് അധ്യക്ഷനാവുന്നു. പിന്നീട് രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് മത്സരിക്കാനെത്തിയപ്പോൾ ആ സീറ്റ് ഒഴിഞ്ഞു കൊടുക്കാനുള്ള നിയോഗവും ഉണ്ടായത് അതേ ആളിന് തന്നെയാണ്, ടി സിദ്ദിഖിന്. ഇപ്പോൾ ഗാന്ധി കുടുംബത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടയാൾ അല്ലെങ്കിൽ റെപ്രസെൻറ്റേറ്റീവ് എന്ന് പറയാവുന്ന നേതാവ് ഇപ്പോൾ മന്ത്രിയായിരിക്കുന്നു. കൃഷിയെ പോലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പാണ്. സ്വാഗതം. യഥാർത്ഥത്തിൽ ഈ രാഷ്ട്രീയത്തിലേക്ക് എങ്ങനെയാണ്, താങ്കളുടെ അച്ഛനൊക്കെ ഒരു സോഷ്യലിസ്റ്റ് പാരമ്പര്യത്തിൽ വരുന്നയാൾ, സോഷ്യലിസ്റ്റ് നേതാക്കളുമായി അടുപ്പമുള്ളയാൾ, കഥ കേട്ടിട്ടുള്ളത് ഹെഡ്ഡയുടെ സത്യപ്രതിജ്ഞയ്ക്ക് വരെ പോയിട്ടുള്ള ഒരാൾ, അങ്ങനത്തെ ഒരു കുടുംബത്തിൽ നിന്ന് എങ്ങനെയാണ് ഒരു കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്? ഉപ്പ ഒരു കടുത്ത സോഷ്യലിസ്റ്റായിരുന്നു. വീട്ടിൽ സോഷ്യലിസ്റ്റ് പ്രസിദ്ധീകരണങ്ങൾ വാങ്ങും, ആനുകാലികങ്ങൾ വാങ്ങും. അവരുടെ ബുക്കുകൾ JPയുടെ, അതുപോലെ പിന്നെ അരങ്ങിൽ ശ്രീധരൻ്റെ, MB വീരേന്ദ്രകുമാറിൻ്റെ, അങ്ങനെ തുടങ്ങി ആ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട സോഷ്യലിസ്റ്റ് നേതാക്കന്മാരുടെ പുസ്തകങ്ങളും ആനുകാലികങ്ങളും എല്ലാം വരുത്തി നിൽക്കുന്നൊരു വീടാണ്. വീട്ടിൽ വെച്ച് ആ ഏരിയയിലെ പഞ്ചായത്തിലെ പെരുവേൽ, അന്ന് പെരുവേൽ പഞ്ചായത്താണ്, ആ പെരുവേൽ പഞ്ചായത്തിലെ സോഷ്യലിസ്റ്റുകളുടെ യോഗം നടക്കുന്ന ഒരു വീടാണ്. ഉപ്പ KSEBിലായിരുന്നു. അപ്പോൾ KSEBിലായിട്ടും സർക്കാർ ജീവനക്കാരനായിട്ടും അതിൻ്റെ നിയന്ത്രണത്തിൽ നിന്നുകൊണ്ട് പ്രകടനത്തിന് പോവില്ല, പബ്ലിക് മീറ്റിങ്ങിൽ സ്റ്റേജിലിരിക്കില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പോവില്ല. പക്ഷേ സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാട് കൃത്യമായി മനസ്സിൽ സൂക്ഷിച്ച് മുന്നോട്ട് പോയ സോഷ്യലിസ്റ്റ് പാർട്ടി പ്രവർത്തകനായിരുന്നു. അത് കിരൺ പറഞ്ഞതുപോലെ രാമകൃഷ്ണ ഹെഗ്ഡെ സത്യപ്രതിജ്ഞ ചെയ്യാൻ ബാംഗ്ലൂരിൽ കർണാടക മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യാൻ പോയപ്പോൾ അന്ന് നാട്ടിൽ നിന്ന് വണ്ടി പിടിച്ച്, കാറ് പിടിച്ച് ജ്യേഷ്ഠനെ അടക്കം കൂട്ടിയാണ് അന്ന് ഉപ്പ പോയത്. അതേസമയത്ത് ഉമ്മ ഞങ്ങൾക്ക് പറഞ്ഞിരുന്ന കഥ കോൺഗ്രസിൻ്റെ, മഹാത്മാഗാന്ധിയുടെ, പണ്ഡിറ്റ് നെഹ്റുവിൻ്റെ, ഇന്ദിരാഗാന്ധിയുടെ കഥകൾ നല്ലപോലെ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ കൊച്ചുനാളിൽ സ്വാതന്ത്ര്യസമര നേതാക്കന്മാർ, കോൺഗ്രസ്, ഈ ഐഡിയോളജിയെ പറ്റിയും ജീവത്യാഗങ്ങളെ പറ്റിയൊക്കെ പഠിക്കുകയാണ്. അപ്പോൾ അന്ന് എനിക്ക് കൊച്ചുനാളിലൊരു ശീലമുണ്ട്, ഈ പത്രങ്ങളിൽ അതുപോലെ മാഗസിൻസിലൊക്കെ ചരിത്രപരമായിട്ടുള്ള ഫോട്ടോസും കെട്ടിടങ്ങളൊക്കെ വന്നാൽ അത് വെട്ടിയെടുക്കും, ബ്ലേഡ് കൊണ്ട് വെട്ടിയെടുത്ത് അത് ഒട്ടിച്ച് പിന്നെ ഒരു പുസ്തകത്തിൽ സൂക്ഷിച്ചു വെക്കും. അപ്പോൾ ഈ ഒരു ഇതിവൃത്തം സ്വാഭാവികമായി സാമൂഹ്യ പാഠപുസ്തകവും ഉമ്മൻ്റെ ചായവും പിന്നെ ഒരു പറഞ്ഞു തരലും ഇതെല്ലാം കൂടെ ആയിട്ട്, ഉമ്മക്കൊരു വലിയ വിദ്യാഭ്യാസ പശ്ചാത്തലമുള്ള ആളല്ല. അതേ സമയത്ത് ഉമ്മയുടെ കുടുംബം കോൺഗ്രസ് കുടുംബമാണ്. പറഞ്ഞു തരുന്നത് ആകർഷണീയമായ രീതിയിൽ ഉമ്മ പറഞ്ഞു തരും. അപ്പോൾ ഈ രക്തസാക്ഷിത്വവും സ്വാതന്ത്ര്യ സമ്പാദന സമരത്തിൻ്റെയും അവിടെ നെഹ്റു വന്നതിനെക്കുറിച്ച് ആളുകൾ പറഞ്ഞു കേട്ടതും ഇതൊക്കെ പറഞ്ഞു തന്ന് ഒരു വീര പരിവേഷം നമ്മുടെ മനസ്സിൽ ഉണ്ടാവുകയാണ്. പിന്നെയാണ് ഈ സാമൂഹ്യ പാഠ പുസ്തകങ്ങളിലേക്കുള്ള നമ്മുടെ ഒരു വിദ്യാർത്ഥി എന്നുള്ള രീതിയിലുള്ള കടന്നു വരും. അപ്പോൾ ഇതെല്ലാം കൂടെ ആയിട്ടൊരു കോൺഗ്രസ് പിക്ചറിലേക്ക് നമ്മൾ വരികയാണ്. മനസ്സിൽ വന്ന് ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അന്ന് ഉമ്മൻ്റെ വീട്ടിലാണ് ഞാനുള്ളത്, ചെറുപ്പ, മാവൂർ പഞ്ചായത്താണ്. അപ്പോൾ അവിടെ അന്ന് മരിച്ചുപോയ ശിവരാമാഷി, പഴയ KPC മെമ്പർ, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരു മീറ്റിംഗ് നടക്കണം, പഞ്ചായത്ത് മെമ്പറായി മത്സരിക്കാൻ. കൃഷ്ണൻ ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ട്, മാവൂർ പഞ്ചായത്ത് മെമ്പറായിരുന്നു പലവരും. കൃഷ്ണൻ്റെ ആദ്യത്തെ മത്സരം അവിടുന്ന്. അവിടെ അദ്ദേഹത്തെ തീരുമാനിക്കുന്ന യോഗത്തിൽ അന്ന് പങ്കെടുക്കാൻ പറ്റിയിരുന്നു. ലീഡർ വന്ന് മാവൂർ പൊതുയോഗം നടത്തുമ്പോൾ അതിൽ പങ്കെടുത്തിരുന്നു. അപ്പോൾ അന്ന് കോളാമ്പി മൈക്ക് സൈക്കിളിൽ കെട്ടി പ്രചരണം നടത്താൻ ഞങ്ങൾ ആ സൈക്കിളും കോളാമ്പിയൊക്കെ മൈക്കൊക്കെ ആയിട്ട് ഞങ്ങളെല്ലാവരും പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് തുടങ്ങി ഒരു പ്രധാന രാഷ്ട്രീയ പ്രവർത്തകനായി ഉരുത്തിരിയുന്നൊരു കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീ ഡിഗ്രി കാലഘട്ടം, ഗുരുവായൂരപ്പൻ കോളേജിലാണ്. എനിക്ക് അത്യാവശ്യം നല്ല സൗണ്ടുള്ള ഒരു മുദ്രാവാക്യം വിളിക്കാൻ അതിപ്പോഴും ഉണ്ടല്ലോ. നിയമസഭയിലൊക്കെ അത്യാവശ്യം ഞാൻ പ്രസംഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സംസാരിക്കുന്ന ആൾ എൻ്റെ പ്രസംഗം മൈക്ക് സമയം കഴിഞ്ഞാൽ ഓഫാക്കും, സ്പീക്കർ ഓഫാക്കിയാലും ഞാനത് കൺക്ലൂഡ് ചെയ്യും. അത് കുറച്ച് സെക്കൻഡേ എടുക്കുള്ളൂ.
ആ കൺക്ലൂഷൻ കഴിഞ്ഞിട്ട് മറുപടി പറയാനും മറ്റുള്ളതിനൊക്കെ ആളുകൾ മറ്റുള്ള മെമ്പർമാർ സഹമെമ്പർമാർ എഴുന്നേൽക്കും. അപ്പോൾ ആ സൗണ്ട് അന്നേ ഉണ്ട്. അത് കാരണം നല്ലൊരു അന്ന് മുദ്രാവാക്യം വിളിക്കാൻ, ക്ലാസ്സിൽ പ്രസംഗം എൻ്റെ പണ്ട് കാലത്തെ ചെറുപ്പത്തിലുള്ള ക്രൈസാണ്. സാഹിത്യ സമാജങ്ങളിൽ, അതുപോലെ ചെറിയ വായനശാലയുടെ പരിപാടികളിൽ, പിന്നെ മദ്രസകളിലെ പരിപാടികളിൽ, അപ്പോൾ ഇതിലൊക്കെ പ്രസംഗിക്കും. അപ്പോൾ സബ്ജക്റ്റ് വൈസ് പ്രസംഗം, പുസ്തകം, കുറച്ച് ആനുകാലികങ്ങൾ, വിശാലമായ വായനയില്ല, പക്ഷേ ചെറിയ ചെറിയ വായനയിലൂടെ കിട്ടുന്നതായിരിക്കുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട് സംസാരിക്കും. അപ്പോൾ ഇതൊക്കെയായി അത്യാവശ്യം പ്രസംഗിക്കാനും ഒക്കെ ആയിട്ട് പ്രീ ഡിഗ്രി കാലഘട്ടം നന്നായിട്ട് ഉപയോഗിച്ചു. അപ്പോൾ ഉപ്പ തീരുമാനിച്ചു ഇവൻ ഇങ്ങനെ പോയാൽ അപകടത്തിൽ. അപ്പോൾ അതുകൊണ്ട് ജ്യേഷ്ഠൻ പഠിക്കുന്നത് ദേവരിയാണ്. അപ്പോൾ ദേവരി കോളേജിലേക്ക് എന്നെ ഫോർത്ത് ഗ്രൂപ്പിലാണ് ചേർത്തി. ഫോർത്ത് ഗ്രൂപ്പ് അന്നത്തെ കോമേഴ്സ് ഗ്രൂപ്പാണ്. അപ്പോൾ ഇവരുടെയൊക്കെ മനസ്സിലുള്ളത് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റായി നല്ല രീതിയിൽ മാറ്റണം. പ്രീ ഡിഗ്രിക്ക് എനിക്ക് കോളേജിൽ 2 ബാച്ചിൽ ഏറ്റവും ടോപ്പറാണ് ഞാൻ. 2 ബാച്ചേ ഉള്ളൂ. അപ്പോൾ അന്ന് എനിക്ക് അവിടുന്ന് മെഡലൊക്കെ സമ്മാനിക്കപ്പെട്ട. അപ്പോൾ ഇത് അപകടം ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ നേരെ അവനൊന്ന് റെഡിയാക്കി എടുക്കണം എന്ന് കരുതി നേരെ ദേവരി കോളേജിൽ കൊണ്ടുപോയി. ദേവരി കോളേജിലെയോ ചെയർമാനൊക്കെ ആയത്? ദേവരി കോളേജിൽ പോയി അവിടുന്ന് യൂണിറ്റ് ഭാരവാഹിയായി, അവിടുന്ന് യൂണിറ്റ് സെക്രട്ടറിയായി, യൂണിറ്റ് പ്രസിഡൻ്റായി. ഞാൻ അവിടെ കോളേജ് യൂണിയൻ ചെയർമാനായി. ഇതിലൊരു രസകരമായ കാര്യം, ഞാനവിടെ യൂണിറ്റ് പ്രസിഡൻ്റായത് വീട്ടിലറിയില്ല, ചെയർമാനായത് ആയി മത്സരിക്കുന്നു. ജ്യേഷ്ഠനില്ലായിരുന്നു അവിടെ? ജ്യേഷ്ഠന് ആ സമയത്തില്ല. ആ സമയമാകുമ്പോഴത്തേക്ക് ജ്യേഷ്ഠന് MBBS കിട്ടി, പോയി മെഡിക്കൽ കോളേജിലേക്ക് MBBS പഠനമായിട്ട് പോയി. ഫുൾ സ്വാതന്ത്ര്യമായി. അപ്പോൾ നമുക്ക് വീട്ടിൽ അറിയാനുള്ളതായിരിക്കുന്ന ഒരു വഴിയൊന്നും അപ്പല്ല. അപ്പോൾ സീരിയസ് ആയിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങി. ഇന്ന് ജെൻസി കുട്ടികളുടെ കൂടെ പാൻറ്റും ഷർട്ടും ബനിയനും ഒക്കെ ഇട്ട് മുടിയൊക്കെ അവരുടെ രീതിയിലൊക്കെ സെറ്റ് ചെയ്ത് അവരുടെ ഒരു ക്ലോത്തിങ് അനുകരിക്കുന്നതായിരിക്കുന്ന ഒരു സമീപനം ഇന്നത്തെ പുതുതലമുറ രാഷ്ട്രീയത്തിനുണ്ട്, കോളേജ് സംവിധാനങ്ങളിലും മറ്റുള്ളത്. പക്ഷെ അന്ന് അതല്ല. അന്ന് രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞാൽ മുണ്ടും ഷർട്ടും ഒക്കെ ഇട്ട് വരുന്ന, കേശു ആണെങ്കിൽ ഖദർ, കേശു ആണ്, ഖദറാണെങ്കിൽ ഒരു വലിയ തലത്തിലെത്തി, അല്ലെങ്കിൽ മിനിമം മുണ്ട് ഒരു പ്രധാന ഘടകമാണ്. അപ്പോൾ നമ്മൾ വ്യത്യസ്തമായി രാഷ്ട്രീയക്കാരായി ഐഡൻറ്റിഫൈ ചെയ്യും. വീട്ടിൽ നിന്ന് എനിക്ക് പാൻസ് മാത്രമേ ഞാൻ പുറത്തേക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഉപ്പ കിരൺ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല, വളരെ കർക്കശക്കാരനാണ്. അത്യാവശ്യം നല്ല വീട്ടിൽ ബഹളമൊക്കെ ഉണ്ടാക്കി ഞങ്ങളെയൊക്കെ കർക്കശമായി നിയന്ത്രിച്ച് ഞങ്ങൾക്ക് ബസ്സിൻ്റെ കൂലി മാത്രം കയ്യിൽ തന്ന് അതിന് കൃത്യമായി പോയി വരുന്ന രീതിയിൽ ഞങ്ങളെ കാര്യങ്ങളൊക്കെ നടത്തി നിർവഹിച്ചു പോരുന്ന കർക്കശക്കാരനായിട്ടുള്ള പിതാവാണ്. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് പാൻസൊക്കെ കൊടുത്ത് റെഡിയായി പോരും. എന്തിനാ, ഞാനവിടെ നമ്മുടെ കൂട്ടുകാർ താമസിക്കുന്ന ഹോസ്റ്റലുണ്ട്, അത് പ്രൈവറ്റ് വീടാണ്, പുറത്ത്. അവിടെ പോയി വീട്ടിൽ നിന്ന് നേരത്തെ ഇറങ്ങി ബസ് ഇറങ്ങി അവിടെ പോയി അവിടുന്ന് പാൻറ്റ് അവിടെ അഴിച്ച് മുണ്ടാക്കി മാറ്റി അങ്ങനെയാണ് അവിടുന്ന് അവരുടെ കൂടെ കോളേജിൽ പോവുക. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ വളരെ ഐഡൻറ്റിഫൈ ചെയ്യപ്പെട്ട രാഷ്ട്രീയക്കാരനായി. അങ്ങനെ കോളേജ് യൂണിയൻ ചെയർമാനായി മത്സരിച്ച് ജയിച്ച് മെഡിക്കൽ കോളേജ്, ദേവരി കോളേജിൽ നിന്ന് പ്രകടനം വന്ന് മെഡിക്കൽ കോളേജ് ടൗണിലേക്ക് എത്തി. അപ്പോൾ എന്നെ മത്സരം കടുത്ത മത്സരമായിരുന്നു. എനിക്കെതിരെ ഒരു നിഷ്പക്ഷൻ എന്ന് പറയത്തക്ക രീതിയിൽ ഒരു കാൻഡിഡേറ്റിനെ പൊതുവായി എല്ലാവരും കൂടെ നിർത്തുകയായിരുന്നു. അപ്പോൾ കടുത്ത മത്സരം. അപ്പോൾ ആ മത്സരത്തിൽ ജയിച്ചു കഴിഞ്ഞപ്പോൾ ആവേശത്തിൽ പിള്ളേർ എന്നെ തോളും കയറ്റിയിട്ടാണ് പോണേ. ഉപ്പൻ്റെ അനിയൻ അവിടെ ഒരു വഴിയോര കച്ചവടം നടത്തുന്നുണ്ട്, ഉന്തുവണ്ടി കച്ചവടം, ചായ സാധനങ്ങളൊക്കെ. മെഡിക്കൽ കോളേജിൽ രാത്രി കച്ചവടം, വൈകുന്നേരം ഒരു 4 മണിയോടുകൂടി ആരംഭിക്കും, അർദ്ധരാത്രി വരെയുള്ള കച്ചവടം. ആ പുള്ളി ഇങ്ങനെ കാണുകയാണ് എന്നെയും തോളിലേറ്റൊരു പ്രകടനം. അപ്പോഴാണ് അന്തം വിടുന്നത്. പിറ്റേന്ന് രാവിലെ വീട്ടിലെത്തിയപ്പോൾ വീട്ടിൽ ഉപ്പ പത്രമായിട്ടാണ് വരുന്നത്. അപ്പോൾ എന്നോട് ചോദിച്ചു ഇതാരടോ എന്ന് ചോദിച്ചു. അപ്പോൾ പേര് കാണിച്ചിട്ട് ദേവഗിരി സിദ്ദിഖ് ചെയർമാൻ ബ്രാക്കറ്റിൽ.
അപ്പോൾ എലക്റ്റഡ് ഭാരവാഹികളുടെ ലിസ്റ്റ് ഉണ്ട്. ഉണ്ട്. ഇതാരോടെന്ന് ചോദിച്ചു. ഞാനിങ്ങനെ തല കുനിച്ചിരുന്നു. അത് ചോദിച്ചിട്ട് ഞാൻ വിചാരിച്ചു അപ്പം അവിടെ കുഴപ്പമായി, പ്രശ്നമായി എന്നാണ്. പക്ഷെ ജയിച്ചത് കൊണ്ടാണോ എന്തോന്നറിയില്ല, ഇപ്പോൾ താഴെ കടയിൽ രാവിലെ രാഷ്ട്രീയം പറയും. അപ്പോൾ രാവിലെ ഒരു 6-6:15 മണിയോട് കൂടി വീട്ടിൽ നിന്ന് ഇറങ്ങും. രാവിലെ അവിടെ മാധവേട്ടൻ്റെ മരിച്ചുപോയ മാധവേട്ടൻ്റെ കടയുണ്ട്. ആ കട ഇപ്പോഴുണ്ട്. മോനാണ് നടത്തുന്നത്, കിഷോറാണ് നടത്തുന്നത്. ആ കടയിൽ രാവിലെ ചായയും അന്നത്തെ പത്രപാരായണവും അതിനെ തുറന്നുള്ള രാഷ്ട്രീയവും നാട്ടിലെ കാര്യങ്ങളും ആ ഒരു ശീലമാണ്. അപ്പോൾ ജയിച്ചത് കൊണ്ട് നാട്ടുകാരെന്തെങ്കിലും നല്ലത് പറഞ്ഞത് കൊണ്ടാണോ എനിക്കറിയില്ല, കുഴപ്പമുണ്ടാക്കിയില്ല. അവിടെ നിന്ന് ആരംഭിച്ച ഒരു പ്രയാണം. അന്നാണ് വീട്ടിൽ അംഗീകരിക്കുന്നത്. അന്നാണ് വീട്ടിൽ ആദ്യമായിട്ട് എൻ്റെ വിദ്യാർത്ഥി രാഷ്ട്രീയം അറിയുന്നതും അംഗീകരിക്കപ്പെടുന്നതുമായ ദിവസമാണ്. അത് ജീവിതത്തിൽ മറക്കാൻ പറ്റുന്ന ദിവസമല്ല. അതുപോലെ പേര് മാറ്റിയ ഒരു കഥ കൂടിയില്ലേ? അത് കഴിഞ്ഞ് പിന്നെ ദേവരി കോളേജ് കഴിഞ്ഞു. ദേവരി കോളേജ് കഴിഞ്ഞ് ഞാൻ ഒന്ന് ലോ കോളേജിലേക്ക് LLBക്ക് ചേർന്നു. അതോടൊപ്പം തന്നെ ഞാൻ ലോക്കൽ യൂത്ത് കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് വന്നു. ആ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം സെക്രട്ടറിയും മറ്റൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു. അതിലൊരു വല്ലാത്ത ഒരു പിന്നെ ഇന്നത്തെ പല വീടുകളിലും ഇല്ലാത്തതായിട്ടുള്ള ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടായി. ഉപ്പ ഒരു കാരണവശാലും ലോക്കൽ രാഷ്ട്രീയം ഒരു കാരണവശാലും സമ്മതിക്കില്ല. ഒന്ന് ഉപ്പ സോഷ്യലിസ്റ്റ്, രണ്ട് ഉപ്പ അവിടുത്തെ നാട്ടുപഞ്ചായത്തൊക്കെ പറയുന്ന എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു നാട്ടിലെ ഒരു പൊതു സ്വീകാര്യനായിട്ടുള്ള ഒരു നല്ലൊരു വ്യക്തിത്വമാണ്. അപ്പോൾ ഞാനിങ്ങനെ ലോക്കൽ രാഷ്ട്രീയം മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നതിലുള്ള ഒരു ഫീലിങ്ങും ഉപ്പക്കുണ്ട്. ഉപ്പക്കൊരു കർക്കശമായ നിർബന്ധം രാത്രി 10 മണിയോടുകൂടി വീട്ടിൽ കിടന്നിരിക്കണം, അറൗണ്ട് 10 മണിയോടുകൂടി. പിന്നെ ആരെങ്കിലും വന്നാൽ അത് ശബ്ദം ഉണ്ടായാൽ ഉപ്പ ഉണർന്നാൽ പിന്നെ കുഴപ്പമാണ്. അതുകൊണ്ട് രാത്രി ചിലപ്പോൾ നമ്മൾ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് ആളുകളൊക്കെ കണ്ട് വർത്തമാനം പറഞ്ഞ് വരുമ്പോൾ 10 മണി ഒരു 10 കഴിയും, എന്തായാലും 11 മണി 11:30, ചില ദിവസം 12 മണി ഒക്കെ ആവും. അപ്പോൾ ഞാൻ നേരെ കൊളിമ്പലടിക്കില്ല, നേരെ ഉമ്മ കിടക്കുന്നൊരു സൈഡുണ്ട്, ആ സൈഡിനടുത്തൊരു ജനലുണ്ട്. ആ ജനലിൽ മെല്ലെ മുട്ടും. നല്ല മുട്ട, ചെറിയ മുട്ടേ മുട്ടുള്ളൂ. ഉപ്പ അപ്പുറത്തെ റൂമിലാണ് കിടക്കുക. ഉപ്പ അറിയരുത്. അപ്പോൾ പാവ ഉമ്മ ഞാൻ വരുന്നത് വരെ ഉറങ്ങാതെ ഇരിക്കും. എന്നിട്ട് നല്ല പിറകിലെ വാതിൽ ഉമ്മ പിന്നെ ലോക്ക് ചെയ്തു എന്ന് വരുത്തി തീർത്ത് കിടക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ലോക്ക് അഴിക്കുന്ന സമയത്ത് സൗണ്ട് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി മെല്ലെ ഇതാകും. എന്നിട്ട് എന്നോട് പറയും, ആ ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ട്, ഈ അവിടെ പാത്രങ്ങളുടെ ഒരു സൗണ്ട് പോലും ഇല്ലാതെ എന്തെങ്കിലും കഴിച്ചിട്ട് പെട്ടെന്ന് പോയി കിടക്കാൻ പറയും. അങ്ങനെയുള്ള കുറേ ദിവസങ്ങൾ, കാര്യങ്ങൾ, ഇടയ്ക്ക് ഉപ്പ അറിയുന്ന സമയത്തുള്ള പ്രക്ഷുബ്ധത, അങ്ങനെയുള്ള ഒരു കാലഘട്ടമുണ്ട്. അതെല്ലാം കഴിഞ്ഞ് ലോ കോളേജിൽ പഠിക്കുന്ന സമയത്ത് പിന്നെ യൂണിവേഴ്സിറ്റി സെനറ്റ് മെമ്പറായി. അവിടുത്തെ രാഷ്ട്രീയം, യൂണിവേഴ്സിറ്റി സെനറ്റ് മെമ്പറായിട്ട് പിന്നെ യൂണിവേഴ്സിറ്റി തലത്തിലേക്ക് നമ്മുടെ കർമ്മമണ്ഡലം വ്യാപിച്ചു. RS പണിക്കർ നമ്മുടെ മലയാള പിന്നെ കലാമണ്ഡലത്തിൻ്റെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റ് മെമ്പറായിരുന്ന, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റാഫ് ഓർഗനൈസേഷൻ്റെ പ്രസിഡൻ്റായിരുന്ന, സിനിമയും സാംസ്കാരിക പ്രവർത്തനമൊക്കെ ഉള്ളതായിരിക്കുന്ന പുള്ളി നല്ലൊരു പ്രതിഭയാണ്. അദ്ദേഹത്തിൻ്റെ അതുപോലെ മരിച്ചുപോയ വേദവ്യാസൻ, വ്യാസേട്ടൻ ഇൻഡെപ്ത് വായനയുള്ള ഒരു നല്ല രാഷ്ട്രീയ പ്രവർത്തനം. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു ശിക്ഷണവും മാർഗദർശിത്വമൊക്കെ കിട്ടുകയാണ്. അന്ന് ഇക്ബാൽ പിന്നെ ഹസ്നൈൻ എന്ന് പറയുന്ന ഒരു വൈസ് ചാൻസലർ, ആ വൈസ് ചാൻസലർ ഗാന്ധിയുടെ പടം സ്വന്തം റൂമിൽ നിന്ന് മാറ്റി. പുള്ളിയുടെ ഫാമിലിയുടെ പല ഫോട്ടോസും അവിടെ വൈസ് ചാൻസലർ റൂമിലുണ്ട്. അപ്പോൾ ഗാന്ധി ചെയറിന് പെർമിഷൻ കൊടുക്കാത്തൊരു പ്രശ്നമുണ്ടായി. അങ്ങനെ ഗാന്ധിയൻ ചെയറിന് വേണ്ടി അവിടെ റിക്വസ്റ്റ് കൊടുത്ത് നിൽക്കുമ്പോൾ ഇതുകൂടെ കേട്ടപ്പോൾ ഞങ്ങൾ VCയുടെ റൂമിലേക്ക് ഞങ്ങൾ കയറി. അങ്ങനെ VCയുടെ ഫാമിലി ഫോട്ടോസ് മുഴുവൻ ഞങ്ങൾ എടുത്തു മാറ്റി. ഗാന്ധിയുടെ ഫോട്ടോ അവിടെ സ്ഥാപിച്ച്
അന്ന് പോലീസ് വന്ന് അറസ്റ്റ് ചെയ്ത് പിറ്റേ ദിവസം പെരുന്നാളാണ്. പെരുന്നാൾ ദിവസം ജയിലിലായ ഒരനുഭവം. അങ്ങനെ തുടങ്ങി രാഷ്ട്രീയ പ്രവർത്തനം മുന്നോട്ട് പോയി. KSU പ്രസിഡൻഷിപ്പിലേക്ക് ചർച്ച ചെയ്ത് അവിടെയാണ് കിരൺ പറഞ്ഞ പേരുമാറ്റം. അപ്പോൾ സിദ്ദിഖ് ടി എന്നാണ് എൻ്റെ ബേസ് നെയിം. അന്ന് ഗ്രൂപ്പ് കത്തി നിൽക്കുന്ന സമയമാണ്. എ ഗ്രൂപ്പ് യോഗം VV പ്രകാശിൻ്റെ മരിച്ചുപോയ നമ്മളെ പ്രകാശ് മലപ്പുറത്തെ TC പ്രസിഡൻ്റായിരുന്നു. KPC ആയിരുന്നു പ്രകാശ്. ഞാനൊരു നല്ല അടുപ്പുണ്ടായിരുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിവാഹ ദിവസമാണ് നിലമ്പൂർ റെസ്റ്റ് ഹൗസിൽ വെച്ചുകൊണ്ട് എ വിഭാഗത്തിൻ്റെ പ്രധാനപ്പെട്ട ആളുകൾ എല്ലാവരും കൂടെ കൂടിച്ചേർന്ന് അടുത്ത പ്രസിഡൻ്റ് ആരാണ്. അങ്ങനെ സതീശൻ പാച്ചേനി എൻ്റെ പേര് പറഞ്ഞു. പാച്ചേനി ഇന്ന് നമ്മളെ കൂടെ ഇല്ല. അപ്പോൾ പാച്ചേനി പറയാനുള്ള കാരണം പാച്ചേനിയും ഞാനുമായിട്ട് നല്ല അടുപ്പാണ്. KSUവിൻ്റെ കമ്മിറ്റി ഇല്ലാതെയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കൂടി പിടിക്കുകയാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റ് മെമ്പർ സ്ഥാനം 14 വർഷത്തിന് ശേഷം നമ്മൾ പിടിക്കുകയാണ്. KSU പിടിക്കുകയാണ്. ഈ രണ്ട് മൂവ്മെൻറ്റിനും ലീഡർഷിപ്പ് എടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ SFIയുടെ സംസ്ഥാന ക്യാമ്പ് തളിപ്പറമ്പ് പിലാത്തറ വെച്ചുകൊണ്ട്, അപ്പോൾ അതിന് DPP ആവിഷ്കരിച്ച സമയമാണ്. അപ്പോൾ ആ സബ്ജക്റ്റ് വെച്ചുകൊണ്ടുള്ള അവരുടെ സെമിനാറിൽ പങ്കെടുക്കാൻ വേണ്ടി എന്നോട് പറഞ്ഞു. SFIയുടെ സെമിനാറിൽ പങ്കെടുക്കും. TV രാജേഷാണെന്ന് SFIക്ക് വേണ്ടി അന്ന് അതിൽ പങ്കെടുത്തത്. അത് മാതൃഭൂമിയുടെ ഒരു ലേഖനം TPPക്കെതിരായിട്ട് ലേഖനം എഴുതിയൊരു ലേഖനമുണ്ട്. അത് ഞാൻ നന്നായി പഠിച്ച് പ്രിപ്പയർ ചെയ്ത് ചോദ്യങ്ങൾക്ക് മുഴുവൻ മറുപടി പറഞ്ഞു. ആ മറുപടി ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ SFI പ്രവർത്തകന്മാർ എനിക്കെതിരെ അതിൻ്റെ ഉള്ളിൽ നിന്ന് വളരെ ആക്രോശം മുഴക്കി. അവർ ഒരു വിചാരിച്ച രീതിയിലല്ല ഈ ചർച്ച മുഴുവൻ മുന്നോട്ട് പോയത്. അങ്ങനെ അവസാനം TV രാജേഷ് ഇടപെട്ട് രാജേഷ് പറഞ്ഞു, SFIയുടെ കാര്യം പറയാൻ ഞാൻ ഇവിടെയുണ്ട്, അതുകൊണ്ട് നിങ്ങൾ പിന്നെ അസ്വസ്ഥരാവണ്ട, അത് പറയേണ്ട കാര്യങ്ങൾ ഞാൻ പറയുമെന്ന് പറഞ്ഞ് ഇവരെ ശാന്തരാക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ് പാച്ചേനി പറഞ്ഞു ആ ഡിബേറ്റിനെ കുറിച്ച് ഇവരുടെ നേതൃതല യോഗത്തിൽ പറഞ്ഞു. അങ്ങനെ അവസാനം എന്നെ ഫൈനലൈസ് ചെയ്തു. KSU സംസ്ഥാന പ്രസിഡൻ്റായിട്ട് പേര് കൊടുക്കാൻ അന്ന് എ ഗ്രൂപ്പിനാണ് KSU പ്രസിഡന്റ്. ജെ ജോസഫ് കഴിഞ്ഞ് പാച്ചേനി വന്ന് MR രാംദാസ് വന്ന് അത് കഴിഞ്ഞ് അവിടെ നിൽക്കുകയാണ്. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയല്ലേ? ഇപ്പോഴും അങ്ങനെ തന്നെയല്ലേ ഇത്? അതെ. അപ്പോൾ അങ്ങനെ നിന്ന സമയത്ത് ഒരു ദിവസം എന്നോട് പേര് ഫൈനലൈസ് ചെയ്തു. അപ്പോൾ ഫൈനലൈസ് ചെയ്ത് പുറത്തിറങ്ങിയപ്പോൾ PT തോമസ് എന്നെ സൈഡിലോട്ട് കൊണ്ടുപോയി. അപ്പോൾ എന്നോട് ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചു. പിന്നെ PTയുടെ ഒരു ശിക്ഷണമുണ്ട്. KSUക്കാരെ യൂത്ത് കോൺഗ്രസ്സുകാരെ നടക്കേണ്ടത്, പോകേണ്ടത്, ചിട്ട, സ്വഭാവം, പിന്നെ അതിൽ മൂല്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു തരും, വഴിതെറ്റാനുള്ള സാഹചര്യങ്ങൾ പറഞ്ഞു തരും. അങ്ങനെ ഓരോ കാര്യങ്ങളും PT വളരെ കൃത്യമായി പറഞ്ഞത്. അങ്ങനെ പിന്നെ ഒരു ദിവസം എന്നോട് ഡൽഹിക്ക് പേര് കൊടുത്ത് കഴിഞ്ഞ് ഒരു ദിവസം തലേക്കുന്നിൽ ബഷീർ എന്നോട് പറഞ്ഞു, നിൻ്റെ പേര് ഞങ്ങൾ മാറ്റി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തേ സാർ? സിദ്ദിഖ് ടി എന്ന് പറഞ്ഞിട്ടുവെച്ചാൽ അത് ഒരു പഞ്ചിങ്ങല്ല, ഇറിക്കണില്ല പേര്. ഡൽഹിയിലൊക്കെ പോകുമ്പോൾ ഒരു ഗൗരവവും ഗാംഭീര്യം കിട്ടണം. കണ്ടു നിൻ്റെ വാപ്പൻ്റെ പേരൂടെ ഞങ്ങൾ ഇതിനെ കൂടെ കൂട്ടിച്ചേർത്ത് സിദ്ദിഖ് ടി കാസിം എന്നാക്കിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ പിന്നെ പത്രത്തിൽ വരുന്ന പേരുകളൊക്കെ ഇതാണ്, സിദ്ദിഖ് ടി കാസിം. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ എൻ്റെ പേര് പരിഗണിക്കാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളുണ്ടായി. വിഷ്ണു KSU പ്രസിഡൻ്റായി, ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റായി. പിന്നെ അങ്ങനെ അങ്ങ് മുന്നോട്ട് പോയി. പിന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി. അത് കഴിഞ്ഞൊരു ഘട്ടം കഴിഞ്ഞപ്പോൾ ടാലൻറ്റ് ഹണ്ട് നടത്തി. അത് കഴിഞ്ഞ് ലിജു പ്രസിഡൻ്റായി. അതിനെ തുടർന്നുള്ള പ്രതിരോധം ഉണ്ടായി. എല്ലായിടത്തും പ്രകടനവും ബഹളവും പ്രശ്നങ്ങളുമായി. അവസാനം എന്നെ വീണ്ടും വെച്ചു. അത് കഴിഞ്ഞ് 35 വയസ്സ് കംപ്ലീഷൻ ആകുമ്പോൾ എന്നെ മാറ്റി. ലിജു വീണ്ടും വന്നു. പിന്നെ KPCയുടെ ജനറൽ സെക്രട്ടറിയായി, DC പ്രസിഡൻ്റായി, KPCCയുടെ വൈസ് പ്രസിഡൻ്റായി, വർക്കിംഗ് പ്രസിഡൻ്റായി, MLA ആയി. ഇങ്ങനെ മുന്നോട്ട് പോവുക. അപ്പോൾ ഇനി KPCC അധ്യക്ഷ സ്ഥാനവും UDF കൺവീനർ സ്ഥാനമേ ഉള്ളൂ പ്രധാനപ്പെട്ടത് വഹിക്കാൻ. കോൺഗ്രസ്സിലെ 2 പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ, ഒന്ന്
UDF കൺവീനറും KPC പ്രസിഡന്റ് സ്ഥാനം. ഈ 2 സ്ഥാനം ഒഴികെയുള്ള പ്രധാനപ്പെട്ട ഹെറാർക്കി, DC പ്രസിഡന്റ് ആയിട്ടുണ്ട് കോഴിക്കോട് 4 കൊല്ലത്തിനടുത്ത്. KPCCയുടെ ജനറൽ സെക്രട്ടറിയായി വിവിധ ജില്ലകളുടെ ചുമതല വഹിച്ചിട്ടുണ്ട്. അന്ന് ഞാൻ ഗ്രീൻ കാർഡ് ഹോൾഡറായിരുന്നു. അന്നൊരു അസസ്മെൻ്റ് ഉണ്ടായിരുന്നു, ഭാരവാഹികളുടെ അസസ്മെൻറ്റ്. ഏറ്റവും നല്ല DC പ്രസിഡന്റുമാരിൽ ഒരാളും ആയിരുന്നു. ഈ അസസ്മെൻറ്റ് നടത്തി അന്ന് രമേശ് ചെന്നിത്തല പ്രസിഡന്റും ഉമ്മൻചാണ്ടി സാർ പ്രതിപക്ഷ നേതാവും പിന്നെ CLP ലീഡറുമാണ്. ആ അസസ്മെൻറ്റിൽ ഏറ്റവും നല്ല പെർഫോമേഴ്സിന് ഗ്രീനാണ്. അപ്പോൾ ആ ഗ്രീൻ കാർഡ് ഹോൾഡറായിരുന്നു ആ സമയത്ത് തുടർച്ചയായിട്ട്. വിവിധ ജില്ലകളുടെ ചുമതല അന്ന് ഏറ്റെടുത്തത്. അന്ന് കണ്ണൂർ ജില്ലയുടെ ചുമതല വഹിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ഉമ്മൻചാണ്ടി സാറിന് അന്ന് കണ്ണൂർ വെച്ച് ഏറ് കുടുങ്ങുന്നു. ആ വണ്ടിയിൽ ഞാനും ഉണ്ടായിരുന്നു, ഫ്രണ്ട് സീറ്റിൽ ഞാനും ഉണ്ടായിരുന്നു. അന്നൊരു പോലീസുകാരുടെ ഒരു അത്ലറ്റിക് മീറ്റ് സ്പോർട്സ് നടക്കുന്ന പരിപാടിയിലേക്ക് പോകുമ്പോഴാണ് സാറിനത് ഏറ് കിട്ടുന്നത്. അങ്ങനെ തുടങ്ങിയതായിരിക്കുന്ന ഒരു പ്രയാണം. ആ പ്രയാണം എന്നപ്പോൾ അവസാനം പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് തിരഞ്ഞെടുപ്പിൽ സീറ്റ് വയനാട്ടിലേക്ക് പോകാൻ പറഞ്ഞു. തലേ ദിവസം കൽപ്പറ്റ ടൗണിലെ റോഡ് ഷോ നടത്തി. പിറ്റേ ദിവസം കാലത്ത് തിരുവമ്പാടി നിയോജകമണ്ഡലത്തിലെ പര്യടനം നടക്കുന്ന സമയത്താണ് പ്രഖ്യാപനം. ഉമ്മൻചാണ്ടി സാർ എന്നോട് പറഞ്ഞത്, താൻ വിഷമിക്കൊന്നും വേണ്ട. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി സാറിന് എന്തോ പ്രധാനപ്പെട്ട പ്രശ്നം പറയാനുണ്ട്. ഞാൻ പറഞ്ഞു എന്തുകൂടെ പറഞ്ഞു സാർ. അപ്പം പറഞ്ഞു ഇങ്ങനെ ഒരു ആലോചനയുണ്ട്, അപ്പോൾ ടെൻഷനൊന്നും ആവണ്ട എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരു ടെൻഷനും ഇല്ല സാർ, എന്താ ചെയ്യേണ്ടതെന്നുള്ള സാർ പറഞ്ഞു. സാർ പറഞ്ഞു വർക്കൊക്കെ നിർത്തി വെക്കണം. ഞാൻ പറഞ്ഞു വർക്ക് നിർത്തി വെക്കുക, ഒരൊറ്റ കാര്യമുണ്ട്, ഇത് ഞാൻ നേരിട്ട് പത്രക്കാരോട് ആദ്യം പറയും എന്ന്. അപ്പോൾ ആയിക്കോട്ടെ നീ പോയി ഇപ്പം തന്നെ പത്രസമ്മേളനം നടത്തി. അതിനെ ഞാൻ തിരിച്ച് പോയി പത്രസമ്മേളനം നടത്തി, സ്വാഗതം ചെയ്തുകൊണ്ടുള്ള പത്രസമ്മേളനം. അത് കഴിഞ്ഞ് കൽപ്പറ്റയിൽ സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിച്ചു. 5470 വോട്ടിനാണ് ഞാനവിടെ ജയിക്കുന്നത്. അല്ല, യഥാർത്ഥത്തിൽ ഒരു തരത്തിൽ അന്ന് ഇങ്ങനെ മാറിയില്ലായിരുന്നെങ്കിൽ അന്ന് ജയിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ വീണ്ടും MP ആയി തന്നെ തുടരുകയും ഒക്കെ ചെയ്തേനെ. അതെ. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു തരത്തിൽ പറഞ്ഞാൽ മറ്റൊരു ഭാഗ്യം കൂടി വന്നു. അതെല്ലാം ഗുണപരമായ മാറ്റം. ആദ്യം ഈ പറയുന്ന പോലെ വിഷ്ണു സ്ഥാനം പേര് വെട്ടി വിഷ്ണു വന്നെങ്കിൽ പിന്നീട് ലിജുവിനെ മാറ്റി വന്നു. അപ്പോൾ കുറേ ഇപ്പോൾ അവർ രണ്ടുപേരും കൂടെ മന്ത്രിമാരായിട്ട് ഇരിക്കുന്നു. ഇതെല്ലാം ഓരോ സാഹചര്യങ്ങളാണ്. വിഷ്ണു കൊള്ളാവുന്ന ഒരാളാണ്, ലിജു കൊള്ളാവുന്ന ആളാണ്. അപ്പോൾ ഓരോ അവസരങ്ങൾ എല്ലാവർക്കും കിട്ടില്ല, ഓരോ അവസരങ്ങൾ ഓരോരുത്തർക്കാണ് കിട്ടുക. അപ്പോൾ അന്നത്തെ തീരുമാനം പിന്നെ ചേഞ്ച് ചെയ്ത് വിഷ്ണുവിൻ്റെ തീരുമാനത്തിലേക്ക് പിന്നെ പോയി. അപ്പോൾ പിന്നെ ലിജുവിൻ്റെ തീരുമാനത്തിലേക്ക് പാർട്ടി പോയി. അങ്ങനെ ഓരോ സമയത്ത് ഓരോ തീരുമാനങ്ങളാണ്. ആ തീരുമാനം മുഴുവൻ ഗുണപരമായിരുന്നു. അന്ന് 5470 വോട്ടിന് ജയിച്ച ഞാൻ രണ്ടാമത് ചെയ്യുമ്പം 45,031 വോട്ടിനാണ് ജയിക്കുന്നത്. അതവിടെ നടത്തിയ ദുരന്തത്തിൽ നടത്തിയ ഇടപെടൽ, 5 കൊല്ലം വല്ലാതെ പുറത്തേക്കൊന്നും പോവാതെ അവിടെ നന്നായി കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു 20%ഓളം ട്രൈബൽ കമ്മ്യൂണിറ്റി, 18-20 ആദിവാസി ഗോത്ര സമൂഹത്തിൻ്റെ നീറുന്ന പ്രശ്നങ്ങളാണ്. അവിടെ തോട്ടം തൊഴിലാളികൾ, നല്ല തോട്ടം തൊഴിലാളികൾ. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇപ്പം മറ്റെന്തെല്ലാം പറഞ്ഞാലും എല്ലാവരും എതിരാളികളടക്കം എല്ലാവരും അംഗീകരിക്കുന്ന ഒരു പ്രത്യേകത ടി സിദ്ദിഖ് ഒരു കഠിനാധ്വാനിയായ ഒരു നേതാവാണ്. എപ്പോഴും ഈ ഉമ്മൻചാണ്ടിയുടെയൊക്കെ ശീലം എന്ന് പറയുന്ന പോലെ ഉമ്മൻചാണ്ടിയുടെ ശീലം അതേപോലെ പകർത്തുന്ന ഈ അടുത്ത തലമുറയിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട നേതാവായിരിക്കും. എപ്പോഴും ജോലി ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടി ഈ ഒരു മന്ത്രിയായി സ്ഥാനത്തൊക്കെ ഏറ്റെടുക്കുന്ന ഈ ഒരു സമയത്ത് ഏറ്റവും മിസ് ചെയ്തത് ആരെയാണ്? ഒരു സംശയമില്ല, രണ്ടാളെ എനിക്ക് മിസ് ചെയ്തു. ഒന്ന് ഉപ്പയാണ്, 2 ഉമ്മൻചാണ്ടി സാറ്. രണ്ടും പ്രാധാന്യമുണ്ട്, 2 തലത്തിൽ പ്രാധാന്യമുള്ളത്. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ എൻ്റെ ജയം ആഗ്രഹിച്ച ആളായിട്ട് ഉപ്പ മാറുകയാണ്. കാസർഗോഡ് പാർലമെൻറ്റിൽ ഞാൻ മത്സരിക്കുമ്പോൾ എൻ്റെ പ്രചരണം കാണാൻ ഉപ്പ സുഹൃത്തുക്കളുമായിട്ടാണ് വന്നിരുന്നത്. അപ്പോൾ ഞാൻ അന്ന് 6000 വോട്ടിനാണ് അവിടെ പാർലമെൻറ്റിൽ തോൽക്കുന്നത്. ആദ്യമായിട്ടെണ്ണം 1,03,000 വോട്ടിന് തോറ്റ പാർലമെൻറ്റിലാണ്. ഒരു തിരിച്ചുവരവിനുള്ള കാസർഗോഡിൻ്റെ ആദ്യത്തെ ഒരു കൂട്ടൽ നടത്തിയത് ആ തെരഞ്ഞെടുപ്പ്, സീരിയസ് തെരഞ്ഞെടുപ്പ് നടത്തി. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ കുന്നമംഗലത്ത് ഞാൻ പരാജയപ്പെട്ടു. ആ കുന്നമംഗലത്ത് പരാജയം ഉപ്പക്ക് വലിയ മെൻ്റലി
ഒരു വളരെ ഷോക്കിംഗ് ആയിരുന്നു. അപ്പോൾ ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് ഉപ്പ മരിച്ചു. അത് വല്ലാത്തൊരു ടെൻഷൻ ആയ ഒരു സംഭവമാണ്. ഒരുപക്ഷെ എൻ്റെ ഒരു മനസ്സിലുള്ള ഒരു ആദി എൻ്റെ പരാജയം മെൻ്റലി ഉപ്പനെ ബാധിച്ചോ എന്ന് വരെ എനിക്ക് ഒരു ആദിയുള്ള ഒരു ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള ഒരു പ്രയാസം ഫീൽ ചെയ്തൊരു സംഭവം. രണ്ടാമത്തത് ഉമ്മൻചാണ്ടി സാറ് ഓരോ സമയത്തും നമുക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ചെന്ന് പറഞ്ഞാൽ അവിടെ ഒരു ആശ്വാസം, അവിടെ നമ്മളെല്ലാം മറക്കും. സാറൊരു കാര്യം പറഞ്ഞാൽ ഏത് നെഗറ്റീവാണെങ്കിലും, നെഗറ്റീവായ കാര്യം സാറ് പറയാറില്ല, നമുക്ക് ബുദ്ധിമുട്ടേറിയ കാര്യമാണെങ്കിലും നമ്മളത് ഏറ്റെടുത്ത് അങ്ങ് ഇംപ്ലിമെൻ്റ് ചെയ്യും. അപ്പോൾ സാറ് 2021 തെരഞ്ഞെടുപ്പിൽ സാറ് തൊണ്ടക്ക് ബുദ്ധിമുട്ടായിട്ടും എൻ്റെ നിയോജകമണ്ഡലത്തിൽ വന്നു എന്ന് മാത്രമല്ല, സാറിൻ്റെ ഒരു ശൈലി നമുക്ക് വേണ്ടി മറ്റുള്ളവരോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞേൽപ്പിക്കും. അത് എൻ്റേത് മാത്രമല്ല, എല്ലാവരുടെയും. സാറങ്ങനെ. അപ്പോൾ സാറവിടെ ബിഷപ്പിനെ കണ്ടിട്ടുണ്ട്, സാറുടെ മറ്റുള്ള ആളുകളെ കണ്ടിട്ടുണ്ട്, അവിടെ ഓരോ ആളുകളെ പ്രത്യേകം ചുമതലപ്പെടുത്തിയിട്ടുണ്ട്, പ്രത്യേകം നോക്കണമെന്ന് പറഞ്ഞു. 2026 മറിയമ്മോളാണ് എൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം ഉദ്ഘാടനം ചെയ്യാൻ വന്നത്. മറിയമ്മോളുടെ സംസാരം സാറുമായിട്ടുള്ള ബന്ധവും കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുള്ള സംസാരം, ഈ രണ്ട് മിസ്സിങ് ഇന്ന് ഈ മന്ത്രിസ്ഥാനം ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്ന പശ്ചാത്തലത്തിൽ ഈ രണ്ടുപേരും ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് വല്ലാതെ ആഗ്രഹിക്കുകയാണ്. ഉമ്മ കുറച്ച് പ്രായമൊക്കെ ആയി, അങ്ങനെ യാത്രയൊന്നും വല്ലാതെ ചെയ്യില്ല. ഉമ്മ കൽപ്പറ്റയിൽ ഈ 5 കൊല്ലത്തിനിടയിൽ ആകെ വന്നത് ഒറ്റത്തവണയാണ്, ഇതിനു മുമ്പ് വന്നത്. അപ്പോൾ 2ാം തവണ വന്നത് എൻ്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷമാണ്. ആ വിജയത്തിന് ശേഷം വന്നു. അത് കഴിഞ്ഞ് തിരുവനന്തപുരത്ത് ഇപ്പോൾ ഉമ്മ വന്നു. കുറച്ച് ദിവസമായിട്ട് തിരുവനന്തപുരത്ത് എൻ്റെ കൂടെ ഉണ്ട്. യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉമ്മൻചാണ്ടി അത്രത്തോളം സ്നേഹിച്ച ഒരാളാണ്. പോലും ഈ സാറിൻ്റെ ശൈലി കുറേ കാര്യങ്ങൾ നമ്മൾ പൊതുപ്രവർത്തകർ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഗൾഫിലേക്ക് ഏതെങ്കിലും സമയത്ത് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ ഏതൊരു പ്രധാനപ്പെട്ട സുഹൃത്തിനെ കാണാൻ പോവുകയാണെങ്കിൽ, എൻ്റെ കയ്യിൽ ഒരു 4 5 അല്ലെങ്കിൽ 10 ഫയലുണ്ടാവും. അത് എൻ്റെ നിയോജകമണ്ഡലത്തിലെ ആശുപത്രിയിലെ ഗുരുതരമായ രോഗികളുടെ വിദ്യാഭ്യാസം, പിന്നെ വീടിൻ്റെ പ്രശ്നമുള്ള അങ്ങനെ ഏതെങ്കിലും ഫയലുകളായി ആ സുഹൃത്തുക്കളോട് പറഞ്ഞിട്ട് ഇത് ഈ ഫാമിലിയായിട്ട് കണക്ട് ചെയ്യും. ഞാൻ നടത്തിയ ഓരോ യാത്രയിലും കൽപ്പറ്റയിലെ പാവപ്പെട്ടവൻ്റെ ഫയൽ എൻ്റെ കയ്യിലുണ്ടായിട്ടുണ്ട്. ഒരു സമയം എനിക്ക് മിസ്സായിട്ടില്ല. അത് സാറ് കാണിച്ചൊരു ഓരോ മാതൃക. വെറുതെ ഒരു യാത്ര ചെയ്യല്ല, വെറുതെ യാത്രയല്ല. നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ മുഴുവൻ ഇവർക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക എന്നുള്ള. MLA ഓഫീസിൽ മരുന്ന് കൊടുക്കാറുണ്ട്. MLA ഓഫീസിൽ മഴ പെയ്താൽ ടാർപോളിൻ ഷീറ്റ് കൊടുക്കുന്ന ഏക നിയോജകമണ്ഡലം MLA ഞാനായിരിക്കും. ചോർന്നൊലിക്കുന്ന പാവപ്പെട്ടവൻ്റെ വീടുള്ള സ്ഥലമാണ്. അവിടെ തോട്ടം തൊഴിലാളികളും അവിടെ പിന്നെ ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ വീടുകളും സാധാരണക്കാരും പുറംപോക്കിൽ താമസിക്കുന്ന, അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ പുറത്തേക്ക് വരാതെ അവിടെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിന്ന് അതിൻ്റെ പിറകെ നിന്ന്. അപ്പോൾ ഒത്തിരി ആക്ടിവിറ്റീസ് കുറേ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. ദുരന്തബാധിതരായിരിക്കുന്ന 147 കുട്ടികളെ ഉപരിപഠനം മുഴുവൻ റൺ ചെയ്യുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഏക MLA ആയി. അങ്ങനെ ഒരുപാട് മിഷൻസ് നടക്കുക, വിദ്യാഭ്യാസ മിഷൻസ് ഒത്തിരി നടക്കുന്നുണ്ട്. സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ കമ്പൈൻഡ് എൻട്രൻസ് ടെസ്റ്റിൻ്റെ ട്രെയിനിങ്, നീറ്റിൻ്റെ ട്രെയിനിങ്, 8ാം ക്ലാസ്സിലെ NMMSൻ്റെ ട്രെയിനിങ്, ഇതൊക്കെ നടക്കുക. എന്താ പറഞ്ഞാൽ വയനാട് ഒരു ആസ്പിരേഷണൽ ഡിസ്ട്രിക്റ്റാണ്. ആസ്പിരേഷണൽ റാങ്കിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ള ജില്ലകളെക്കാൾ പിറകിൽ, വി ആർ ഫാർ ബിഹൈൻഡ് ഫ്രം അതേഴ്സ് എന്ന്. കേരളത്തിലെ ഏക ജില്ലയാണ്, എല്ലാ ഇൻഡിക്കേറ്ററും പിറകിലാണ്. പിന്നെ എന്താണ് കവർ ചെയ്യാനുള്ള മാർഗം എന്ന് ചോദിച്ചാൽ വിദ്യാഭ്യാസം മാത്രമാണ്. അതുകൊണ്ട് അതിൽ ടോട്ടൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ്. അവിടെ നീറ്റിനും നെറ്റിനും സെൻറ്റർ ഉണ്ടായിരുന്നില്ല. MLA ആയി കോവിഡ് റെസ്ട്രിക്ഷൻ കഴിഞ്ഞ് നേരെ പോയത് ഡൽഹിയിലാണ്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെയും UGCയുടെയും ആസ്ഥാനത്ത് പോയി നിവേദനം കൊടുത്ത് ഫോളോ ചെയ്ത് ഇന്ന് നടപ്പിലായി. വയനാട്ടിലെ കുട്ടികൾ ഇന്ന് നീറ്റിൻ്റെ പരീക്ഷയും
നെറ്റിൻ്റെ പരീക്ഷയും ഒക്കെ ഇന്ന് അവിടെ നിന്ന് എഴുതുക. വയനാട്ടിൽ നിന്ന് എഴുതുന്നു. വയനാട് നിന്ന് എഴുതുക. അല്ല, നേരത്തെ പിന്നെ ഉമ്മൻചാണ്ടി സാറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ അത്രയും അടുത്തിരുന്ന ഒരാൾ, അല്ലെങ്കിൽ ആ തരത്തിൽ ബന്ധമുണ്ടായിരുന്ന ഒരാൾ. പക്ഷേ ഇപ്പോൾ ടി സിദ്ദീഖിനെ കുറിച്ച് പുറത്തു വരുന്ന വാർത്തകൾ അദ്ദേഹം പഴയ എ ഗ്രൂപ്പിലല്ല, ഇപ്പോൾ KC പക്ഷത്താണെന്നാണ്. ഉമ്മൻചാണ്ടി സാറുമായിട്ടുള്ള വൈകാരിക ബന്ധവും ആ കുടുംബമായിട്ടുള്ള വൈകാരിക ബന്ധവും കോൺഗ്രസ്സിൽ ഇപ്പോൾ അങ്ങനെ ഒരു വലിയ ഗ്രൂപ്പിസത്തിൻ്റെ ആധിക്യമോ അങ്ങനെ ഒരു ഫ്രാക്ഷൻ പൊളിറ്റിക്സോ ഇന്നില്ല. അങ്ങനെ കൊണ്ടുപോകാനും പറ്റില്ല, ഒരു കാരണവശാലും പറ്റില്ല. രണ്ട്, ഉമ്മൻചാണ്ടി സാറിൻ്റെ ഫാമിലി ഇപ്പോൾ ചാണ്ടി ഉമ്മനുമായിട്ട് നല്ലപോലെ അടുത്ത് ഇടപഴകുന്ന, ആ കുടുംബമായിട്ട് ഏറ്റവും നന്നായി ഇടപഴകുന്ന, അവർക്കൊക്കെ വേണ്ടി സംസാരിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു തർക്കമില്ല. ഉമ്മൻചാണ്ടി സാറിൻ്റെ പേരിൽ മെഡിക്കൽ ക്യാമ്പ് ഓരോ വർഷവും നിയോജകമണ്ഡലത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു MLA ആണ് ഞാൻ. പക്ഷേ ഗ്രൂപ്പിൻ്റെ ഭാഗമായി നിൽക്കുന്നില്ല. ഗ്രൂപ്പ് അതിന് പല കാരണങ്ങളുണ്ട്. ഉമ്മൻചാണ്ടി സാറ് അവസാനം ബാംഗ്ലൂരിൽ സംസാരിക്കാനൊക്കെ ബുദ്ധിമുട്ടായി നിൽക്കുന്നൊരു സമയമുണ്ടായി. ചാണ്ടിമോൻ അത് ഓപ്പണായി പറഞ്ഞിട്ടുണ്ട് പല പ്രസംഗത്തിലും. ഞാൻ സാറിൻ്റെ അടുത്ത്, ഞാനും വൈഫോടെ പോയി സാറിൻ്റെ അടുത്ത് കുറേ സമയം നിൽക്കുകയാണ്. നിന്ന് ഞാൻ അങ്ങോട്ട് വർത്തമാനം പറയുന്നുണ്ട്, സാറ് കേൾക്കുന്നുണ്ട്. കുറേ സമയം നിന്നതിന് ശേഷം ഞാൻ തിരിച്ചു പോരുകയാണ്. ഗേറ്റ് എത്തിയപ്പോൾ ചാണ്ടിമോനും ഓടി വന്ന് പറഞ്ഞു, അപ്പോൾ വിളിക്കുന്നു പറഞ്ഞു, ഇറങ്ങി വന്നേന്ന് പറഞ്ഞു. അങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വീണ്ടും വന്നു. സാറ് ഒരു പേപ്പറിൽ സിദ്ദീഖിനെ വിളിക്കണം എന്ന് പറഞ്ഞ് രണ്ടാമത് എഴുതിയിരിക്കുക. അങ്ങനെ വീണ്ടും സാറിൻ്റെ അടുത്ത് പോയി. ഞാനവിടെ സാറിനോട് കുറേ അങ്ങോട്ട് സംസാരിച്ചിരുന്നു. സാർ എന്നോട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്, ഏൽപ്പിച്ച ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ ആരോട് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട് സംസാരിക്കുന്ന സമയത്ത്. അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞങ്ങളൊക്കെ പോകുന്നത്. അല്ലാതെ ഉമ്മൻചാണ്ടി സാറിൻ്റെ പൈതൃകം വിട്ടിട്ടുള്ള പ്രവർത്തനമൊന്നുമല്ല. അത് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളൊരു ഗ്രൂപ്പും ഒരു ഫ്രാക്ഷൻ പൊളിറ്റിക്സ് ഒന്നും ഇപ്പം ഇല്ല. എ ഗ്രൂപ്പ് എന്നുള്ള സംവിധാനത്തിലല്ല, പക്ഷേ ഉമ്മൻചാണ്ടി സാറിനോട് ചേർന്ന് തന്നെയാണ് ചേർന്ന് ആ പൈതൃകം ഒക്കെ കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ് തന്നെയാണ് നിൽക്കുന്നത്. മറ്റൊന്നുകൂടി ചോദിച്ചു, ഇപ്പോൾ ഈ ട്രോള ഇപ്പോഴാണല്ലോ വലിയ ഹിറ്റാകുന്നത്. പക്ഷേ ഇത് തുടങ്ങുന്ന കാലത്ത് അത് ഏറ്റവും കൂടുതൽ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ള ഒരാളാണ്. ചാനൽ ചർച്ചകളുടെ പേരിലും അല്ലാതെയൊക്കെ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ള ഒരാളാണ്. ഇപ്പോൾ ഇതൊരു ആളുകൾക്ക് കേൾക്കുന്നതിന് അങ്ങനെ പ്രയാസമൊന്നുമില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ അന്ന് ഇതൊക്കെ നേരിടേണ്ടി വരുമ്പോൾ മറ്റേ വിദേശയാത്രയുടെ പേരിലൊക്കെ വലിയ അധിക്ഷേപങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ആ കേൾക്കുന്ന സമയത്തൊക്കെ എങ്ങനെയാണ് ഇത് നേരിട്ടിരുന്നത്? ഉമ്മൻചാണ്ടി സാറ് മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് സാറിന് ഇപ്പം സോളാർ കേസ് ഉണ്ടായ സമയത്ത് സാറിനെ ഡിഫെൻഡ് ചെയ്യാൻ, അവളെ ബാർക്കോഴ കേസ് മാണി സാറിനെതിരെയും കെ ബാബുവിനെതിരെയും ഇതിൽ ടോട്ടൽ ഡിഫെൻഡ് ചെയ്യാൻ ഞാനും അതുപോലെ ഉണ്ണിത്താൻ, ഈ രണ്ടുപേര് മാത്രമേ ഉണ്ടായിരുന്നു. ഞങ്ങളായിരുന്നു അന്ന്. ഞാനിപ്പോഴും ഓർക്കുകയാണ്, 5 മണിക്ക് ഒരു ചാനൽ റെക്കോർഡ് ചെയ്യും, 6 മണിക്ക് ഒരു ചാനൽ റെക്കോർഡ് ചെയ്യും, 7 മണിക്ക് 8 മണിക്കും വേറെ 2 ചാനൽ. ദിവസങ്ങളായി, ഒത്തിരി ദിവസങ്ങളിൽ വേറെ ആളുകളില്ല, വേറെ ആളുകൾ സംസാരിക്കാൻ മുന്നോട്ട് വരാൻ പല പ്രധാനപ്പെട്ട നേതാക്കൾ അന്ന് മാറി നിന്നു. പല കാരണങ്ങൾ കൊണ്ട് അവർക്ക് സാധിച്ചിട്ടില്ല. അന്ന് ചാനൽ ടു ചാനൽ, ചർച്ചകൾക്ക് നേതൃത്വം കൊടുത്ത് അന്ന് ഡിഫെൻഡ് ചെയ്യാൻ നമ്മൾ അന്ന് വലിയ ആക്ഷേപം, അഴിമതിയെ സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എനിക്കെതിരെ വലിയ ക്യാമ്പയിൻ നടക്കാതെ. ജയശങ്കർ അന്നൊരു ഡിബേറ്റിൽ പറഞ്ഞു, തെരഞ്ഞെടുപ്പിന് ശേഷം കുന്നമംഗലം തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടപ്പോൾ ഉമ്മൻചാണ്ടിയെ സംരക്ഷിക്കാൻ പോയതിൻ്റെ ഒറ്റ കാരണമാണ് സിദ്ദിഖ് അന്ന് പരാജയപ്പെടുന്നത്, ആ ആളുകളൊക്കെ പരാജയപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുകയുണ്ടായി. പക്ഷേ ഇന്നതിൽ സന്തോഷമുണ്ട്. കാരണം ഉമ്മൻചാണ്ടി സാർ എന്തായിരുന്നു എന്ന് പിന്നീട് വളരെ കൃത്യമായി എല്ലാവർക്കും ബോധ്യമായി, വളരെ കൃത്യമായി. അന്ന് ഇപ്പോൾ ഉണ്ടായിരുന്ന പലരും പക്ഷേ ഇത്തരം ഒരു പ്രതിരോധത്തിന് തയ്യാറായില്ല. ആ ഒരു പ്രതിരോധത്തിലൊന്നും ഓരോ സാഹചര്യങ്ങളുണ്ടായിരുന്നു ഓരോ ആളുകൾക്ക്.
ഓരോ ഏത് സാഹചര്യത്തിലായാലും അന്ന് എ ഗ്രൂപ്പിൻ്റെ ഒരു സംവിധാനത്തിൽ വലിയ പ്രതിരോധത്തിന് ഇറങ്ങേണ്ടതായിരുന്നു. പക്ഷേ നിങ്ങൾ രണ്ടുപേരല്ലാതെ അങ്ങനെ ഒരു കാര്യമായ ഇറങ്ങിയില്ല. അന്ന് ചർച്ചകളുടെ, ഡിബേറ്റുകളുടെ പ്രതിരോധം അതായിരുന്നല്ലോ ഏറ്റവും പ്രധാനം. ആ പ്രതിരോധം വളരെ സ്ട്രോങ് ആയി, വീര്യത്തോടുകൂടി, സത്യസന്ധതയോടുകൂടി അത് നിർവഹിക്കാൻ സാറിന് വേണ്ടി, UDFന് വേണ്ടി, കോൺഗ്രസ്സിന് വേണ്ടി നിർവഹിക്കാൻ സാധിച്ചിട്ടുണ്ട്. അന്ന് വന്നതായ ആക്ഷേപങ്ങളും ട്രോളുകളും ഉണ്ട്. പിന്നെ ഇപ്പോഴും അനുഭവിക്കുന്നൊരു ഒരു ഒരു അനുഭവമല്ല എനിക്കെതിരെ പറയുന്നത്. ഇപ്പം ഞാനത് സമരസപ്പെട്ടു. അതുകൊണ്ട് ഇപ്പോഴും ഞാൻ ചിലപ്പോൾ ചിരിക്കും. അന്ന് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എനിക്ക്. ഞാനൊരു ഗൾഫ് യാത്ര നടത്തി, ഫാമിലിയോട് കൂടിയാണ്. എൻ്റെ കൂടെ വൈഫുണ്ട്, മക്കളുണ്ട്. പേരാമ്പ്രയുള്ള വിജയുണ്ട്. വിജയ് OICCയുടെ കോഴിക്കോട് ജില്ലാ പ്രസിഡൻ്റാണ്, ദുബൈയിലെ. പേരാമ്പ്രയിലെ അറിയപ്പെടുന്ന കോൺഗ്രസ് ഫാമിലിയാണ്, അറിയപ്പെടുന്ന കോൺഗ്രസ് ഫാമിലി. വിജയുടെ ബ്രദർ ദുബൈയിലെ ബിസിനസ്സുകാരനാണ്. അവരുടെ ഒരു ഡെസർട്ട് സഫാരി ഗ്രൂപ്പുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വണ്ടികൾ, അതിന് വേണ്ടിയിട്ടുള്ള സാധന സാമഗ്രികൾ ഒക്കെ ആയിട്ടാണ് ഇവർ പോവുക. ഞാൻ ആദ്യമായിട്ട് ഡെസർട്ട് സഫാരി ചെയ്യുക. അപ്പോൾ കാറിൽ പോയി അവിടെ ഒരു സ്ഥലത്തെത്തി. അത് കഴിഞ്ഞിട്ട് ഇവരുടെ വണ്ടിയിലോട്ട് കയറി. ഭക്ഷണ സാധനങ്ങളുണ്ട്, പിന്നെ പായ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഡ്യൂൺസിലൂടെ ഒക്കെ പോയി. അപ്പോൾ ഈ ഡ്യൂൺസിലൂടെ ഒരു മണിക്കൂർ യാത്ര ചെയ്യുമ്പോൾ തന്നെ നമ്മളൊരു പരുവാവും. തലേദിവസം ഉറങ്ങാതെ യാത്ര ചെയ്താണ്. പിന്നെ ഇത് കമിഴ്ന്നും മറിഞ്ഞും തിരിഞ്ഞുമൊക്കെയുള്ള ഒരു പരുവായി. വലിയൊരു ഡ്യൂണിൻ്റെ മേലെ, മണൽത്തിട്ടയുടെ മേലെ നിന്ന് വലിയ ഹൈറ്റിലുള്ള പായ എടുത്ത് വിരിച്ച്, നല്ല കാറ്റാണ്, പായ നിൽക്കുന്നില്ല. ഞങ്ങളതിൻ്റെ മേലെ കയറി നിന്ന് എല്ലാവരും ചുറ്റും കൂടി ചായ കഴിച്ച്, സ്നാക്സൊക്കെ കഴിച്ച്, വെള്ളമൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞ് ഓരോ ഭാഗത്തു നിന്ന് എല്ലാവരും ഒരു 10-25 മിനിറ്റ് കഴിഞ്ഞ് എണീറ്റപ്പോൾ ഈ പായ അങ്ങ് പൊന്തി. അപ്പം വൈഫ് ഇത് വീഡിയോ എടുക്കുന്നു. അപ്പോൾ ഈ ലൈവ് ചെയ്യുന്നത് ഞാൻ അറിഞ്ഞില്ല. അത് സത്യത്തിൽ അത് ചെയ്യാൻ പാടില്ലായിരുന്നു. പക്ഷേ അവർക്ക് ഫാമിലിയുടെ കൂടെ കിട്ടുന്ന ഒരു സമയം എന്നുള്ള രീതിയിൽ, അതിൻ്റെ മറ്റ് രാഷ്ട്രീയമൊന്നും അവർക്കറിയില്ല, ഫാമിലിയുടെ കൂടെ കിട്ടുന്ന സമയം എന്നുള്ള രീതിയിൽ അവരത് ഫേസ്ബുക്കിലൂടെ കൊടുത്തു. അപ്പോൾ അവിടെ പായ അങ്ങ് കാറ്റത്ത് പോകുമ്പോൾ ഞാനെന്ത് ചെയ്തെന്ന് വെച്ചാൽ എഴുന്നേറ്റ് ചെരുപ്പും ഒരു ബോട്ടിൽ വെള്ളവും കൂടി അവിടെ എടുത്തു വെക്കുക, പായ പറക്കാതിരിക്കാൻ. അപ്പോൾ പായ പറക്കാതിരിക്കാൻ. അപ്പോൾ ഈ എടുക്കുന്ന സാധനം എടുത്തിട്ട് ഇവർ എന്നിട്ട് പറയുന്നത് മണലാരണ്യത്തിലെ ആടുന്ന ഇതൊക്കെ അങ്ങനെ മുഴുക്കുടിയൻ വോഡ്ക മറ്റത് മറിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അങ്ങ് പ്രചരണമല്ലേ. പിറ്റേ ദിവസമാണ് ഇത് ഇങ്ങനെ ഒരു അസ്വസ്ഥമായ അന്തരീക്ഷത്തിലേക്ക് എത്തിയെന്ന് അറിയുന്നത് രാത്രി വളരെ ലേറ്റായിട്ടാണ്. അപ്പോൾ എന്നെ KC വേണോപോലെ പിറ്റേ ദിവസം രാവിലെ എന്നെ വിളിച്ചു പറഞ്ഞു, ഒരു ടെൻഷനും ആവണ്ട, നീ മദ്യപിക്കുന്നവനല്ല എന്നുള്ളത് ഞങ്ങൾക്കറിയാം, അതൊന്നും ടെൻഷനാവണ്ട, അവരെന്തോ വൃത്തികേട് പറഞ്ഞോട്ടെ, അത് നീ പിന്നെ നിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് KC വേണോപോലെ എന്നെ വിളിക്കുക. ഞാൻ നേരെ ഒരു വീഡിയോ തയ്യാറാക്കി ഞാൻ അയച്ചു. അപ്പോൾ ഇല്ലാത്തതായ ഒരു ബ്രാൻഡിങ് അത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്നും നടന്നു, ഇപ്പോഴും നടന്നു. ഇങ്ങനെയുള്ള പല ട്രോളുകളും പല കാര്യത്തിലും രാഷ്ട്രീയത്തിൽ സത്യസന്ധമല്ലാത്തതായിരിക്കുന്ന ഈ സോഷ്യൽ മീഡിയയുടെ ഉപയോഗത്തിലൂടെ കടന്നു വന്ന ഓരോ മേഖലകളുണ്ട്. ഇപ്പം അല്പസമയം മുമ്പ് വരുന്ന വാർത്ത, ഈ വയനാട് CPMൻ്റെ ജില്ലാ കമ്മിറ്റിയുടെ വിലയിരുത്തൽ, അവിടെ കൽപ്പറ്റയിൽ ഇത്രയും ഭൂരിപക്ഷം കൂടാനുള്ള ഒരു കാരണം അന്ന് ആ കൽപ്പറ്റയിൽ ടൗൺഷിപ്പിന് ഉദ്ഘാടനത്തിന് T സിദ്ദിഖിനെ കൂവിയതാണ് എന്നടക്കം പറയുന്നു. യഥാർത്ഥത്തിൽ ഈ ട്രോളുകളൊക്കെ ഇപ്പം ഒരു തരത്തിൽ പറഞ്ഞാൽ തിരിച്ചറിഞ്ഞ് ജനം തിരിച്ചുകൂടി പ്രതികരിക്കുന്നുണ്ടോ? കൽപ്പറ്റയിൽ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഞാൻ അവിടുത്തെ മുക്കുമൂലകളിൽ മുഴുവൻ അവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനം, അവിടുത്തെ പദ്ധതികൾ, അവിടുത്തെ പരിപാടികൾ, അവിടുത്തെ ട്രൈബൽ പ്രോജക്റ്റ്, വിദ്യാഭ്യാസ പദ്ധതികൾ ഈ എല്ലാം ആയിട്ട് വെൽ കണക്റ്റഡ്. ഞാൻ പുറത്തെ പരിപാടികൾക്ക് പോകും, KPCയുടെ പരിപാടികൾക്ക് പോകും, KPC നിയോഗിക്കുന്ന ചുമതലകൾ നിർവഹിക്കും. ബാക്കി എല്ലാ സമയത്തും ഞാൻ അവിടെ ചിലവഴിക്കും, രാവും പകലും ഇല്ലാതെ ചിലവഴിക്കും. ദുരന്തമുണ്ടായി, ഞാനന്ന് പനി പിടിച്ച് കിടക്കുകയാണ്. അന്ന്
ഞാൻ അറിയുന്നത് അറൗണ്ട് ഒരു 1:45 ആ സമയത്തൊക്കെ അറിയുന്നത്. അന്ന് പുറപ്പെട്ട് പിന്നെ ദിവസങ്ങളോളം അതിൻ്റെ പിറകിലായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. സർക്കാരിനോട് പറഞ്ഞിട്ട് സർക്കാർ ചെയ്യാതിരുന്ന കാര്യമാണ് ജനറൽ എഡ്യൂക്കേഷൻ. ഞങ്ങൾ നേരെ മേപ്പാടി സ്കൂളിലേക്ക് മാറ്റി. ഹയർ എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നു. അവിടെ അമേരിക്കയിലെ നോർത്ത് വിച്ച് യൂണിവേഴ്സിറ്റി പഠിക്കുന്ന പയ്യനുണ്ട്. ആലപ്പുഴയിൽ MBBSന് പഠിക്കുന്ന കുട്ടിയുണ്ട്. MCAക്ക് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി പഠിക്കുന്ന കുട്ടികളുണ്ട്. എൻജിനീയറിങ്, സർട്ടിഫിക്കറ്റ് കോഴ്സ്, ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, മാനേജ്മെൻറ്റ് കോഴ്സ്, ഇതിനൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ട്. ഒരു ദിവസം മേപ്പാടി ടൗണിലൂടെ പോകുമ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ സെൽഫ് ഫിനാൻസിങ്ങിന് പണം കൊടുത്ത് പഠിക്കുന്ന ഒരു കുട്ടി എന്നെ വന്നിട്ട് കാണുക. എന്നോട് പറഞ്ഞു, സാറേ വീഴാൻ പോവുകയാണ്, കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. കുട്ടി കരഞ്ഞു. 2-3 ദിവസം കഴിയുമ്പോൾ എൻ്റെ ഓഫീസിൽ സമാനമായിട്ടുള്ള 3 അനുഭവങ്ങൾ പിന്നെയും വരികയാണ്. ഞാൻ ഉടനെ ഭരണകൂടത്തെ സമീപിച്ചു, മന്ത്രിമാരെ സമീപിച്ചു. അടിയന്തരമായി ഇത് ചെയ്തില്ലെങ്കിൽ വേറെ കാഷ്വാലിറ്റി വരും. ഈ കുട്ടികൾക്ക് അച്ഛൻ പോയവരുണ്ട്, അമ്മ പോയവരുണ്ട്, കുടുംബം ഒന്നിച്ചു പോയവരുണ്ട്. ഇവരുടെ ജീവിതത്തിലെ ഏക പിടിവള്ളി ഈ എഡ്യൂക്കേഷനാണ്. അതുകൂടെ പോയാൽ പിന്നെ അവിടെ നമ്മൾ വിചാരിക്കുന്നതിനപ്പുറമുള്ള സാഹചര്യത്തിലേക്ക് കുട്ടിയുടെ മാനസികാവസ്ഥ പോകും. ഓൾറെഡി അവർ മെൻ്റൽ ട്രോമയിലൂടെ പോയിക്കൊണ്ടിരിക്കുക, സീരിയസ് ട്രോമയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നോട് നോക്കാം, ചെയ്യാം എന്നൊക്കെ മറുപടി കിട്ടി. ഞാൻ വിചാരിച്ചു ഇവർ ചെയ്യുമെന്ന്. പക്ഷെ 3 മാസം കഴിഞ്ഞിട്ടും ഇവർ ചെയ്തില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് പിടുത്തം വിടുകയാണ്. ഞാൻ ഉടനെ തണൽ ഡയാലിസിസ് ശൃംഖലയുണ്ട്, അതിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളുടെയും ബ്രെയിനും ട്യൂണും ചെയർമാനും പ്രിയപ്പെട്ട ഇദ്രീസ് ഡോക്ടറാണ്. അത് എൻ്റെ ഒരു സുഹൃത്താണ്. ഞാൻ പുള്ളിയോട് പറഞ്ഞു, ഡോക്ടർ എങ്ങനെ ക്രൈസിസ് ഉണ്ട്. അപ്പോൾ എനിക്ക് റിലീഫ് ക്യാമ്പിൽ ഞങ്ങളെല്ലാ റിലീഫ് ക്യാമ്പും ചൈൽഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റിലീഫ് ക്യാമ്പാണ് നടത്തി. കുട്ടികൾക്ക് ഒരു പ്ലേ ഏരിയ ഉണ്ടാക്കി എല്ലാ ക്യാമ്പിലും. അപ്പോൾ ആ ക്യാമ്പിലേക്കുള്ള കുട്ടികൾക്കുള്ള എല്ലാ ഉപകരണങ്ങളും ഇദ്രീസ് ഡോക്ടറും വേറെ കുറച്ച് ആളുകളുടെയൊക്കെ സഹായത്തോടു കൂടി ഞങ്ങൾ സെറ്റ് ചെയ്തു. മിഠായി, ഷട്ടിൽ ബാറ്റ്, ഫുട്ബോള്, ഗെയിംസ്, ചെസ്സ്, TV, എല്ലാ റിലീഫ് ക്യാമ്പിലും. അപ്പോൾ അങ്ങനെ കുറേ സാധനങ്ങൾ. അപ്പോൾ ഞാൻ അവസാനം എൻ്റെ മനസ്സിലേക്ക് വന്ന അദ്ദേഹമാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ഞാൻ പറഞ്ഞു, ഞാൻ നേരിട്ട് വരികയാണ്. അപ്പം വന്നു പോയി സംസാരിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് 8 ജീവനക്കാരെ നിങ്ങൾ തരണം, അവരുടെ ശമ്പളം എൻ്റെ കയ്യിൽ എനിക്ക് ബാക്ക് ചെയ്യാൻ ഫൈനാൻഷ്യലായിട്ട് പറ്റാത്തതുകൊണ്ടാണ്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു. ഇതൊരു ക്രൈസിസാണ്, ഉന്നത വിദ്യാഭ്യാസം. ഈ കുട്ടികളെ പഠിപ്പിച്ചില്ലെങ്കിൽ, നമ്മൾ ഏറ്റെടുത്തില്ലെങ്കിൽ അവിടെ വലിയ മറ്റ് ദുരന്തങ്ങൾക്ക് സാക്ഷ്യം വഹിക്കും. അതൊരു വലിയ പ്രയാസകരമായ സാഹചര്യം ഉണ്ടാവും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ ആളെ ഇൻ്റർവ്യൂ ചെയ്യാൻ ആരംഭിച്ചു, ഞാനതിൻ്റെ കാര്യങ്ങൾ നോക്കാമെന്ന് പറഞ്ഞു. ഞാൻ കണ്ണൂരുള്ള അഖിൽ കുര്യൻ എന്ന് പറഞ്ഞ ശ്രീപെരുമ്പത്തൂരിലെ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റും റീഹാബിലിറ്റേഷൻ ആൻഡ് റിക്കവറി ഉൾപ്പെടെയുള്ള കോഴ്സ് പാസ്സായ കുട്ടികൾ, പ്ലസ് സൈക്കോളജിയും MSWയും പാസ്സായ കുട്ടികൾ, ഇങ്ങനെ ഈ 3 കാറ്റഗറി കുട്ടികളെ പിന്നെ പഠിച്ചിറങ്ങിയ ആളുകൾ. ഈ കുട്ടികളോട് ടോട്ടൽ ഡാറ്റ കളക്ഷൻ നടത്താൻ പറഞ്ഞു, പ്ലസ് മെൻ്റൽ സപ്പോർട്ട്. അതിൽ അഡ്വക്കേറ്റ് പ്രണവ്, അവൻ LLB LLM ഒക്കെ കഴിഞ്ഞ മിടുക്കനായ പയ്യനാണ്. JNU എന്നാണ് കഴിഞ്ഞ്, അമിതി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കഴിഞ്ഞ. അഷ്മിയ എന്ന് പറഞ്ഞ ഒരു കുട്ടി, ആ കുട്ടി ഇപ്പോഴും എൻ്റെ കൂടെ ഈ വിദ്യാഭ്യാസ പദ്ധതിയിൽ കോർഡിനേറ്ററായിട്ട് ഇപ്പോഴും വർക്ക് ചെയ്യുക. ഈ കുട്ടികളുടെ കാര്യത്തിൽ പ്രണവും വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഈ കുട്ടികളാണോ ഉച്ചയ്ക്ക് വീഡിയോയിൽ സംസാരിച്ചത്? ഈ കുട്ടികൾ. ഇവർ ടോട്ടലായി ഈ കുട്ടികളുടെ ഇതെടുത്തു, ഡാറ്റ എടുത്ത് ഇപ്പം നോക്കുമ്പോൾ ടോട്ടലി അന്ന് ഒരു ഇയർ കവർ ചെയ്യാൻ 258 ലക്ഷം രൂപയാണ്. ഒരു ബാച്ച് മുഴുവൻ കുട്ടികളതല്ല, കുറേ കുട്ടികളെ ഏനപ്പൊയ്യ യൂണിവേഴ്സിറ്റി ഏറ്റെടുത്തു. ഞാൻ നേരെ പോയി, എൻ്റെ സുഹൃത്താണ് ഏനപ്പൊയ്യ ഡീംഡ് യൂണിവേഴ്സിറ്റിയുടെ ഫറാദ്. 10 കുട്ടികൾ BSc നഴ്സിങ്ങിന് പഠിക്കുകയാണ്. 10 കുട്ടികൾ. 2019 പുത്തുമല ഇൻസിഡൻറ്റിൽ
വീട് തകർന്നതായ നിരഞ്ജന എന്ന് പറഞ്ഞ കുട്ടി ഇന്ന് BDSന് പഠിക്കുകയാണ്. മെഡിക്കൽ അലൈഡ് കോഴ്സിന് പഠിക്കുന്ന കുട്ടികളുണ്ട്. ഇവിടെ തക്കല നിഷ് യൂണിവേഴ്സിറ്റിയിൽ എൻ്റെ ഒത്തിരി കുട്ടികൾ പഠിക്കുന്നുണ്ട്. 100 ഇവരുടെ ചിലവും വഹിക്കുന്നത് മുഴുവൻ വഹിച്ചുകൊണ്ടിരിക്കുന്നത് ഈ യൂണിവേഴ്സിറ്റികളെ സഹായിച്ചു. പ്ലസ് ബാക്കി 147 കുട്ടികളുടെ പഠനത്തിൽ മേജർ ചങ്ക് എന്നെ സഹായിച്ചത് മലബാർ ഗോൾഡ്. ഞാൻ ഇദ്രീസ് ഡോക്ടറുടെ മലബാർ ഗോൾഡിൻ്റെ ചെയർമാനുമായിട്ട് സംസാരിച്ച് അവരാ പ്രോജക്റ്റിൽ ബാക്ക് ചെയ്ത് ഫറൂഖ് കോളേജ് സഹായിച്ചു, ഡോൺ ബോസ്കോ കോളേജ് സഹായിച്ചു. അവരൊക്കെ കുട്ടികളെ ഏറ്റെടുത്തു. ഒരൊറ്റ കുട്ടിയും വീടില്ല. ഞാനിന്ന് ആശ്വാസത്തോടു കൂടി ഒരു കാര്യം പറയാം. ഒരു പയ്യൻ, അവൻ്റെ അച്ഛൻ പോയി, അമ്മ പോയി, പെങ്ങൾ പോയി, വീട് പോയി, അവനൊറ്റയ്ക്കാണ്. എപ്പോഴും ഡൗണാണ്. ഞാൻ അവനോട് സാരഥി അവൻ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ MCA പഠിക്കുക. ആ കുട്ടിയോട് ഞാൻ എപ്പോഴും പറയും, മോനെ നമുക്ക് കോളേജ് പോകണടാ, ലൈഫ് തിരിച്ചു പിടിക്കണം, ഞങ്ങളൊക്കെ ഉണ്ട് കൂടെ. സൈക്കോളജിക്കൽ ബാക്കിങ് കൊടുക്കുന്ന കുട്ടി. അവനോട് ഒരു ദിവസം അവിടെ ഒരു കട നടത്തിയിരുന്നു, ടെക്സ്റ്റൈൽസ്. ഒരു 10 ദിവസം ഉണ്ടായിരുന്നു. ദുരന്തബാധിതർക്ക് ഫ്രീ ആയി വന്ന് ബ്രാൻഡഡ് സാധനങ്ങൾ മുഴുവൻ എടുക്കാം, ഫ്രീ ആയിട്ട്. റീസ്റ്റോർ എന്നായിരുന്നു അതിൻ്റെ കടയുടെ പേര്. അപ്പോൾ ഒരു സന്ധ്യ നേരത്തെ അതിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഈ പയ്യൻ്റെ കൂടെ അവൻ്റെ കുടുംബക്കാരൻ പയ്യനെയും നിർത്തിയിട്ടുണ്ട്. നടന്നു പോവുകയാണ്. അവരോട് പറഞ്ഞു, മോനെ നീ എന്തായാലും പോയേ പറ്റൂ, പോകാതിരിക്കരുത്, ഞങ്ങളൊക്കെ ഉണ്ട്. എന്നോട് വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്. ഇവൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, സാറേ ഇനി എന്തിനാ സാറേ പഠനം? സാറിങ്ങനെ എപ്പോഴും പറയുകയാണ്, എന്തിനാണ് സാറേ നീ? എനിക്കെന്ത് പഠനം? എൻ്റെതെല്ലാം പോയി, അച്ഛൻ പോയി, അമ്മ പോയി, പെങ്ങൾ പോയി, എനിക്കെന്ത് കോഴ്സും യൂണിവേഴ്സിറ്റിയാണ് സാറേ, എനിക്ക് ഇനി ഒന്നും വേണ്ട. ആ പയ്യനുൾപ്പെടെ എല്ലാ കുട്ടികളും പഠിച്ച് മുന്നോട്ട് പോകുന്നു. അതിൽ 53 കുട്ടികളുടെ കോഴ്സ് കഴിഞ്ഞു. അതിൽ 35 കുട്ടികൾ ഉപരിപഠനത്തിന് ചേർന്നു. അതിൽ 14 കുട്ടികൾ പ്ലേസ്ഡായി. ആ പ്ലേസ്ഡായിൽ ഒരാൾ ഈ സാരജ. ഇവനും എൻജിനീയറിംഗ് കഴിഞ്ഞ വിഷ്ണുവും 2 പേരെയും മലബാർ ഗോൾഡിലെ ചെയർമാനോട് പറഞ്ഞ് ഞാൻ പറഞ്ഞു ഇൻ്റർവ്യൂ ഒന്ന് നടത്തണം. ഇൻ്റർവ്യൂ നടത്തി. അദ്ദേഹം തിരിച്ചു വിളിച്ച് പറഞ്ഞു, മിടുക്കൻ കുട്ടികളാണ്, 2 പേരെയും ഞാൻ ഓപ്റ്റ് ചെയ്തു, മാനേജറിയൽ പോസ്റ്റിൽ ഇന്ന് ശമ്പളം വാങ്ങി. ഒരു സൈലൻ്റ് എഡ്യൂക്കേഷണൽ റവല്യൂഷൻ മുണ്ടക്കൈയിലും ചൂരൽമലയിൽ നടക്കുകയാണ്. ആ വിപ്ലവം നല്ല വിദ്യാഭ്യാസം നേടിയ ഒരു സൊസൈറ്റി ബിൽഡിംഗ് നടക്കുകയാണ്. അത് ഭാവിയിലേക്കുള്ള ഇത് ദുരന്തം നടന്നതായ സ്ഥലങ്ങളിൽ ഇനി നടക്കാതിരിക്കട്ടെ, നടക്കുന്നുണ്ടെങ്കിൽ ആ സ്ഥലങ്ങളിലുള്ള ആളുകൾക്കൊക്കെ ഒരു അനുഭവപാഠമാണ്. അതൊരു വലിയ വിഷയമാണ്. ഈ ദുരന്തം തകർന്നു നിൽക്കുന്ന മനുഷ്യരെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരിക എന്ന് പറയുന്നത്. ഓരോ സെഗ്മെൻറ്റ് അവരുടെ ഹയർ എഡ്യൂക്കേഷൻ, ജനറൽ എഡ്യൂക്കേഷൻ സർക്കാർ ഏറ്റു, ഉന്നത വിദ്യാഭ്യാസം സർക്കാർ നടത്തേണ്ടതാണ്. അത് മുഴുവൻ ഒരൊറ്റ കുട്ടിയും വീഴാതെ, അമേരിക്കയിലെ കുട്ടി ഉൾപ്പെടെ എല്ലാം ക്ലിയർ. പക്ഷേ ഇത് അവിടുത്തെ ജനത്തെ കൃത്യമായിട്ട് അറിയാം, അവർക്കറിയാം. അതുകൊണ്ട് ഈ കമ്മ്യൂണിറ്റിയുടെ മുമ്പിലാണ് ദുരന്ത സ്ഥലത്ത് ഇടപെട്ട അവരുടെ മറമാടാനുള്ള സ്ഥലം ഐഡൻറ്റിഫൈ ചെയ്ത് അതിന് ക്രമീകരണം നടത്തിയ, രാവും പകലും ഇല്ലാതെ കൂട്ടപ്രാർത്ഥന നടത്തി അടക്കച്ചെയ്യലിന് നേതൃത്വം കൊടുത്ത, ബാക്ക് ടു ഹോം കിറ്റ് കൊടുത്ത, റിലീഫ് ക്യാമ്പുകളുടെ കോർഡിനേഷൻ നടത്തിയ, രാഷ്ട്രീയത്തിനതീതമായി സർക്കാരുമായി യോജിച്ച എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുത്ത, കുട്ടികളെ പഠിപ്പിക്കുന്ന, ഒരു വലിയ ജീവിതത്തിലെ ഏറ്റവും വലിയ ത്യാഗം നടത്തിയ ഒരു ജനപ്രതിനിധിയെ ഇവർ കൂകാൻ നോക്കിയാൽ അവിടെയുള്ള ജനം സമ്മതിക്കില്ല. തർക്കം വേണ്ട. ഇവർ കൂവുമ്പോൾ ഞാൻ നോക്കിയത് ആ ക്യൂബിക്കളിലേക്കാണ്, ദുരന്തബാധിതർ ഇരിക്കുന്ന ക്യൂബിക്കൾ. ഒരാൾ പോലും കൂവിയില്ല. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അവർ എഴുന്നേറ്റിന് കൈയടിച്ചു. അപ്പോഴാണ് ഞാൻ പറഞ്ഞത്, ഈ കൂവുന്നത് ദുരന്തബാധിതരല്ല, അവർ അത് ചെയ്യില്ല, ഈ മണ്ണിൽ അവർ ചെയ്യില്ല, ഇത് ചെയ്യുന്നത് പുറത്തുനിന്ന് വന്നവരും മറ്റുള്ളവരും എന്ന് അവിടെ എൻ്റെ സംസാരത്തിൽ തന്നെ പറഞ്ഞു. പക്ഷെ അവിടെ ഒരു പാളിച്ച പറ്റിയത് ഞാൻ ക്ലിയറായി പറയുന്നു. ഞാൻ രാജൻ മിനിസ്റ്ററോട് പറഞ്ഞു, രാജൻ മിനിസ്റ്ററെ നിങ്ങളിത് പ്രോഗ്രാം പൊളിറ്റിസൈസ് ചെയ്യും, ഇനി അത് നേരെയാക്കേണ്ട ചുമതല നിങ്ങൾക്കാണ്, നിങ്ങൾ ഇടപെട്ടില്ലെങ്കിൽ ഇത് കൈവിട്ടു പോകും. അവസാനം എന്നോട് ചോദിച്ചു സംസാരിക്കുന്നുണ്ടോ? എനിക്കറിയാം, ഞാൻ ആദ്യം ഒന്ന് പതറിയിരുന്നു. എൻ്റെ മണ്ണിൽ, ഞാൻ പ്രവർത്തിക്കുന്ന മണ്ണിൽ
ഇത്രയും കഠിനാധ്വാനം ചെയ്ത മണ്ണിൽ ഞാൻ ഇൻസൾട്ടഡായി, ഞാൻ അല്ലാതെയാവുകയാണ്. അപ്പോൾ എൻ്റെ മനസ്സിലാലോചിച്ചു, ഞാൻ ഈ ആക്ഷേപം, ജീവിതത്തിലെ ഏറ്റവും വലിയ മോശം ആക്ഷേപം കേൾക്കാൻ ഞാൻ വിധേയനാകാൻ ഞാൻ അത്രത്തോളം മോശക്കാരനാണോ? അപ്പോൾ എൻ്റെ മനസ്സ് പറഞ്ഞു, ഇത് ശരിയല്ല, ഇത് നേരിട്ടേ പറ്റൂ. അപ്പോൾ എന്നോട് ചോദിക്കുകയാണ്, രായ മിനിസ്റ്റർ സംസാരിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, ഞാൻ സ്ഥലം MLA ആണ്, ഞാൻ സംസാരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അവർ വർദ്ധിതമായി അവർ കൂടി. അത് കഴിഞ്ഞ് എന്നോട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷിയാബ് പറഞ്ഞു, നമുക്ക് ദുരന്തബാധിതരെ കാണണം. ഞങ്ങൾ നേരെ ഇറങ്ങി ദുരന്തബാധിതരെടുത്ത് നിയന്ത്രിക്കേണ്ടവർ നിയന്ത്രിക്കാതെ വന്നപ്പോൾ അതിരുവിട്ട കൂവലിന് വിധേയനായി ഞങ്ങൾ നേരെ ദുരന്തബാധിതരെടുത്ത് പോയി. അവിടുന്ന് സ്ട്രോങ് റിയാക്ഷനാണ്. സാർ ഞങ്ങളല്ല, ഞങ്ങളിത് ചെയ്തിട്ടില്ല, ഞങ്ങൾ ചെയ്യില്ല, ഇത് ഇവിടെ നടന്നത് വളരെ വൃത്തികേടാണ്. അവർ പ്രതികരിക്കുകയാണ്. പിന്നെ അവർ മന്ത്രിമാരോട് പ്രതികരിച്ചിട്ടുണ്ട്, അവർ ഉദ്യോഗസ്ഥരോട് അവിടെ നിന്ന് പ്രതികരിച്ചിട്ടുണ്ട്, അവർ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം ഇവിടെ വെച്ചുകൊണ്ട് പറയാം, ദുരന്തബാധിതരുടെ പരിപാടി ഇനിയും ഒരുപാട് നടക്കാനുണ്ട്. പക്ഷേ ഒരു ഇടതുപക്ഷ MLAക്കോ ഒരു പഞ്ചായത്ത് മെമ്പർക്കോ ഈ അനുഭവം ഞങ്ങൾ കൊടുക്കില്ല. കാരണം ദുരന്തബാധിത മേഖലയിലും സമൂഹത്തോടും ഇടപഴകുമ്പോൾ അവിടെ രാഷ്ട്രീയം പറ്റില്ല, അവിടെ എല്ലാവരെയും ചേർത്ത് നിർത്തണം. ആ മണ്ണിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഒരു കുഴിയെടുത്ത്, കിരൺ ആലോചിച്ചോളൂ, ഒരു കുഴിയെടുത്ത് ആ കുഴിയിൽ 3-4 പാക്കറ്റുകൾ മാത്രം വെക്കുകയാണ്. ആ പാക്കറ്റുകൾ ആരുടെയൊക്കെയോ ആണ്, ശരീരത്തിൻ്റെ ഭാഗങ്ങളാണ്. ഇതിന് മറമാടുകയാണ്. ആ മറമാടിയതിൻ്റെ പിന്നെ അവസാനം ഐഡൻറ്റിഫൈ ചെയ്യപ്പെടണം, അച്ഛനാണ്, അമ്മയാണ്, മകനാണ്, മകളാണ്. ആ കുഴിമാടത്തിൻ്റെ മേലെ വന്ന് പൊട്ടിക്കരയുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. ആ സ്ഥലത്ത് എന്ത് ചെയ്യണം ചെയ്യണ്ട എന്നുള്ളതിൻ്റെ രാഷ്ട്രീയ ബോധവും പക്വതയും ഉണ്ടാവണം. അവിടെ ഇത്രയും ആക്ഷേപത്തിൻ്റെ കൂക്കുവിളിക്ക് വിധേയനായിട്ടും ഒരക്ഷരം പോലും എൻ്റെ ഭാഗത്തു നിന്ന് വ്യത്യസ്തമായി വരാതിരുന്നതിൻ്റെ കാരണം എനിക്ക് പറയാനറിയാം നന്നായിട്ട്. ചെയ്യാത്ത കാര്യങ്ങൾ പറയാം, മറ്റു കാര്യങ്ങൾ പറയാം, ഒക്കെ പറയാം. പറയാതിരുന്നത് ആ മണ്ണായതുകൊണ്ട്. അതിൻ്റെ വേദനയും അതിൻ്റെ അനുഭവവും അത്ര കൂടുതലാണ്. ഞാൻ സൈക്കോളജിക്കൽ ഇൻ്റർവെൻഷന് പോയ MLA ആണ്. പുറത്തു വല്ലാതെ ആർക്കും അറിയില്ല. എൻ്റെ ബ്രദർ ഡോക്ടറാണല്ലോ. ഞാൻ 13 കിലോ വെയിറ്റ് കുറഞ്ഞൊരു ജനപ്രതിനിധി. അത് ഈ ദുരന്തം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ സൈക്കോളജിക്കൽ സപ്പോർട്ടിന് ഞാൻ പെട്ടെന്ന് കരഞ്ഞു. വേദന പറയുമ്പോൾ പെട്ടെന്ന് കരയും. അങ്ങനെയൊക്കെയായിരുന്നു. സൈക്കോളജിക്കൽ സപ്പോർട്ടിന് ഇൻ്റർവെൻഷന് പോയാളാണ് ഞാൻ. അങ്ങനെയുള്ളൊരു സ്ഥലമാണ് അത്. രാഷ്ട്രീയം കളിക്കാനുള്ള സ്ഥലമല്ല, ഇനിയും രാഷ്ട്രീയം കളിക്കാനുള്ള സ്ഥലമല്ല. ആ മണ്ണ് കൃത്യമായി എല്ലാവരെയും ചേർത്ത് നിർത്തി. അതിൽ സർക്കാർ, അതിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, സന്നദ്ധ സംഘടനകൾ, ദുരന്തബാധിതർ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് നിൽക്കേണ്ട ഒരു മണ്ണാണ്. ആ മണ്ണിൽ വ്യത്യസ്തമായ അതിനൊരു ഇലക്ഷൻ ലോഞ്ചിങ് പ്രോഗ്രാമാക്കി ഇവർ മാറ്റി. അതാണ് ഇവർക്ക് പറ്റിയ ആദ്യത്തെ പാളിച്ച. ആദ്യം വെച്ച ഡേറ്റ് മാറ്റി രണ്ടാമത്തെ ഡേറ്റിലേക്ക് ഫിക്സ് ചെയ്തത് ക്യാമ്പയിൻ ഉദ്ഘാടനമാക്കി മാറ്റി എന്നതാണ്. ഒരിക്കലും ശരിയായില്ല. അതിൻ്റെ പ്രതിഫലനമാണ് അവർക്ക് കിട്ടിയത്. അതുൾപ്പെടെ ഇപ്പോൾ വീടിൻ്റെ ഉദ്ഘാടനം എന്ന് പറഞ്ഞാൽ അവിടെ എപ്പോഴും ഒരു ആ ജനതയ്ക്ക് ഇത് തിരിച്ചറിയാം. അതുകൊണ്ട് ആ പ്രതികരണം ഉണ്ടായി, ഇത് ആ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലുമൊക്കെ. അപ്പോഴും ഈ കോൺഗ്രസ് വീട് വെച്ച് നൽകാം എന്ന് പറഞ്ഞപ്പോൾ UDFൻ്റെ സർക്കാർ വന്നു. സർക്കാർ വെക്കുന്ന പോലെ അത്ര എളുപ്പമല്ലെന്നൊക്കെ അറിയാം. ലീഗും പക്ഷേ വീട് വെച്ച് നൽകി. ഈ കോൺഗ്രസിൻ്റെ ആ ഒരു വാഗ്ദാനം എന്ന് പൂർത്തിയാക്കാൻ കഴിയുമെന്നൊരു ഉറപ്പ് പറയാൻ കഴിയുമോ? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഓർമ്മപ്പെടുത്തിയത് സന്തോഷം രേഖപ്പെടുത്തുകയാണ്. നമ്മൾ പറഞ്ഞത് ഒന്ന്, സർക്കാരിൻ്റെ പദ്ധതിയും കോൺഗ്രസ് പദ്ധതിയും രണ്ടാണ്. സർക്കാർ പദ്ധതിയിലെ ഭാഗമായി നിന്നവരാണ് ഞങ്ങളെല്ലാവരും, നമ്മളെല്ലാവരും. ഞാൻ CMDRFലേക്ക് എൻ്റെ ഒരു മാസത്തെ ശമ്പളം കൊടുത്തു. കോൺഗ്രസ് MLAമാർ കൊടുത്തിട്ടുണ്ട്, പ്രതിപക്ഷ നേതാവ് കൊടുത്തിട്ടുണ്ട്, ഇന്നത്തെ മുഖ്യമന്ത്രി അന്നത്തെ പ്രതിപക്ഷ നേതാവ് കൊടുത്തിട്ടുണ്ട്, ഞങ്ങൾ UDF MLAമാർ കൊടുത്തിട്ടുണ്ട്, എല്ലാവരും കൊടുത്തിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇടപെട്ടാണ്, KC വേണുഗോപാൽ ഫോളോ ചെയ്തതാണ് കർണാടക ഗവൺമെൻറ് 20 കോടി കൊടുക്കുന്നത്. 100 വീടിൻ്റെ കാശ് കൊടുക്കും. അപ്പോൾ അങ്ങനെ എല്ലാ രീതിയിലും ഇപ്പോൾ കുടുംബശ്രീ പ്രവർത്തകർ 20 കോടി കൊടുക്കും. അങ്ങനെ എല്ലാ തലങ്ങളിലുമുള്ള ആളുകളുടെ പിൻബലം ഈ കാര്യത്തിലുണ്ടായി.
സർക്കാർ ലിസ്റ്റിൽ പെടാത്ത ആളുകൾക്കുള്ള പദ്ധതിയാണ്. ആദ്യത്തെ 8 മാസം ഞങ്ങൾ സർക്കാരിനെ കാത്തുക. സർക്കാർ തീരുമാനം വന്നു, മുഖ്യമന്ത്രി യോഗം വിളിച്ചു. ആ യോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു, ഞങ്ങൾ ചോദിച്ചു, സ്ഥലം നിങ്ങൾ തന്നാൽ വീട് ഞങ്ങൾക്കുണ്ടാക്കാൻ പറ്റും. ഞങ്ങൾ ചോദിച്ചു, KCBCയുടെ പ്രതിനിധികൾ ചോദിച്ചു, മറ്റുള്ളവർ ചോദിച്ചു, CMൻ്റെ മീറ്റിംഗ്, ഞാനും പങ്കെടുത്ത മീറ്റിംഗ്, സ്ഥലം MLA എന്നായിരുന്നു. മുഖ്യമന്ത്രി പറഞ്ഞു, ഞങ്ങൾ വീട് നിർമ്മിക്കും, നിങ്ങൾക്ക് കാശ് നൽകാം. അപ്പോൾ നമ്മൾ തീരുമാനിച്ചു, സർക്കാരിന് ഒരു യൂണിറ്റിന് കാശ് നിശ്ചയിക്കുന്നത് 30 ലക്ഷം, അതിൽ 20 ലക്ഷം സർക്കാർ തീരുമാനിച്ചു. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഇത് അങ്ങനെ മുന്നോട്ട് പോകേണ്ട കാര്യമല്ല, നമുക്ക് സർക്കാർ ഭൂമി തരുന്നില്ല എങ്കിൽ നമുക്ക് ഭൂമി ഏറ്റെടുത്ത് നമുക്ക് മുന്നോട്ട് പോകാം, സ്വന്തം പ്രോജക്റ്റ് നമുക്ക് നടപ്പിലാക്കാം. ഞങ്ങൾ ഒരുപാട് അവിടെ വയനാട്ടിലെ സ്ഥലത്തിൻ്റെ ഒരു സീരിയസ് ആയ പ്രശ്നം തോട്ടം മേഖലയാണ്. അവിടെ പിന്നെ ലീസിൻ്റെ ഭൂമിയുണ്ട്, തോട്ടത്തിൻ്റെ ഭൂമിയുണ്ട്, വനവുമായി ചേർന്ന് നിൽക്കുന്ന കോംപ്ലിക്കേറ്റഡ് ഭൂമി നിരവധിയായിട്ടുള്ള ലാൻഡ് ഇഷ്യൂ പ്രധാന പ്രശ്നമാണ്. കൽപ്പറ്റയിലെ കലക്ട്രേറ്റ് തോട്ടഭൂമിയിലാണ്, SP ഓഫീസ് തോട്ടഭൂമിയിലാണ്, അവിടെയുള്ള പ്രധാനപ്പെട്ട കെട്ടിടങ്ങളൊക്കെ തോട്ടഭൂമിയിലാണ്. തോട്ടഭൂമി അല്ലാത്തതായ ഭൂമികൾ കുറവാണ്. അപ്പോൾ ഭവന പദ്ധതിക്ക് ഒരു ലേ ഔട്ട് ഉണ്ടാക്കി പെർമിഷൻ കിട്ടാൻ അത്ര എളുപ്പമല്ല. ഞങ്ങൾ അവസാനം ഒരു 3 ഭൂമി ഐഡൻറ്റിഫൈ ചെയ്തു, ചർച്ച നടത്തി, തീരുമാനമെടുത്ത്, വില തീരുമാനിച്ചു. അഡ്വാൻസ് കൊടുക്കുന്നതിന് മുമ്പ് അപ്പോഴത്തേക്ക് ലീഗിൻ്റെ സ്ഥലം ലീഗ് ഐഡൻറ്റിഫൈ ചെയ്തു. ആ സമയം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾ സ്ഥലം കണ്ടു. ലീഗിൻ്റെ സ്ഥലം ഐഡൻറ്റിഫൈ ചെയ്തിടത്തേക്ക് CPMൻ്റെ മാർച്ചും ബഹളും തുടങ്ങി. വില കൂടുതൽ വാങ്ങി, തോട്ടഭൂമിയാണ്, മറ്റേത് മറിച്ചെന്ന് പറഞ്ഞാൽ ഇവർ പ്രചരണ ജാഥയും മാർച്ചും ബഹളും തുടങ്ങി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ നേരെ ലാൻഡ് ബോർഡിന് കത്തെഴുതി. ഈ ലാൻഡുകൾ കോൺഗ്രസ് വാങ്ങുന്ന ഈ ലാൻഡുകൾക്ക് വല്ല നിയമപരമായ വല്ല പ്രശ്നങ്ങളുണ്ടോ, ഭവന പദ്ധതിക്ക് വേണ്ടി വാങ്ങുക. അങ്ങനെ അവർ കുറച്ച് ദിവസം എടുത്തതിന് ശേഷം അവർ മറുപടി പറഞ്ഞു, ഇതുവരെ പരിശോധിച്ച രേഖ വെച്ച് ഈ ലാൻഡിന് കുഴപ്പമൊന്നുമില്ല. അപ്പോഴും ലീഗിൻ്റെ ലാൻഡിൻ്റെ ഇഷ്യൂ കത്തിക്കയറി നിൽക്കുകയാണ്. ഞാൻ രണ്ടാമതും കത്തെഴുതി, ഇതുവരെ പരിശോധിച്ചതിൽ എന്നുള്ളത് പറ്റില്ല, നിശ്ചയമായും ഈ ലാൻഡിന് പ്രശ്നമുണ്ടോ എന്നുള്ളത് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ലാൻഡ് ഐഡൻറ്റിഫൈ ചെയ്യുമ്പോഴത്തേക്ക് കുറേ സമയം ഞങ്ങൾക്ക് മിസ്സായിട്ടുണ്ട്. അപ്പോൾ അവസാനം അവർ പറഞ്ഞു, 970കളിൽ രചനാമ്മാൾ എന്ന് പറയുന്ന ഒരു ലേഡിയുമായി ബന്ധപ്പെട്ട മിച്ചഭൂമി കേസ് നിലനിൽക്കുന്ന ഭൂമിയാണ് ഈ ഭൂമി, ഈ ഭൂമി പറ്റില്ല. അങ്ങനെ ഞങ്ങളത് ഡ്രോപ്പ് ചെയ്യുക. പുതിയ ലാൻഡ് കണ്ടെത്താനുള്ള ഓട്ടം പിന്നെ ആരംഭിക്കുക. ആ ഓട്ടം ഞങ്ങൾ 10-32 ലാൻഡുകൾ നോക്കി, ഡോക്യുമെൻറ്റിൻ്റെ പരിശോധന, ലീഗൽ പരിശോധന, റവന്യൂ പരിശോധന, ലാൻഡ് ബോർഡ് പരിശോധന, ഇതൊക്കെ നടത്തുകയാണ്. എത്ര സമയമെടുത്ത് ലാൻഡ് കിട്ടാൻ. അങ്ങനെയാണ് അവസാനം ഇപ്പോൾ ഉള്ള കുന്നംപറ്റ ലാൻഡ് പാർഷ്യലായി ആദ്യത്തെ phase 1 ആയിട്ട് ഞങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് ആ ലാൻഡ് ഞങ്ങൾ ആദ്യത്തെ ഭൂമിയുടെ രജിസ്ട്രേഷൻ നടന്നു. ആ രജിസ്ട്രേഷന് ശേഷം സെക്കൻഡ് ഭൂമിയുടെ അഡ്വാൻസ് ഞങ്ങൾ കൊടുത്തു. ആ ഭൂമി ഞങ്ങൾ ഉദ്ഘാടനം നടത്തി മുന്നോട്ട് പോയ സമയത്താണ് ലേ ഔട്ടിന് വേണ്ടി ഞങ്ങൾ ഏജൻസീസിന് മുഴുവൻ തീരുമാനിച്ചു. ലീഗിൻ്റെ ഭവന പദ്ധതിക്ക് നേതൃത്വം കൊടുത്ത നിർമ്മാണം നല്ല ഹൈ ക്വാളിറ്റി നിർമ്മാണമാണ്, സ്പീഡുണ്ട്, കപ്പാസിറ്റിയുണ്ട്, അവരെ ചുമതലപ്പെടുത്തി. ലേ ഔട്ട് ആൻഡ് ഡിസൈനിങ്ങിന് ഞങ്ങൾ മലബാർ മേഖലയിലെ ഏറ്റവും നല്ല ടീമുകളിൽപ്പെട്ട ഒരു ടീമാണ് നമ്മുടെ വിനോദ് സിറിയക്കിൻ്റെ എർത്ത് എന്ന് പറഞ്ഞ വുഡ് എർത്ത് എന്ന് പറഞ്ഞ ടീം. അപ്പോൾ അവരെ ചുമതലപ്പെടുത്തി. PMC തീരുമാനിച്ചു. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും മീറ്റിംഗ് വിളിച്ചു. അപ്പോഴാണ് ഞങ്ങൾ വഴിയുടെ ഒരു ചെറിയ പ്രശ്നം വന്നത്. ആ വഴി, ഈ ടോട്ടൽ ലാൻഡിലേക്കുള്ളതായിരിക്കുന്ന വഴി 5 മീറ്റർ വേണം. അതിൽ ചെറിയ ഒരു കുറവ്, ഒരു ചെറിയ 1-2 സ്ഥലത്തുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഭരണത്തിന് ഞങ്ങൾക്ക് പെർമിഷൻ കിട്ടില്ല, ഇടതുപക്ഷ ഭരണത്തിന് ഞങ്ങൾക്ക് പെർമിഷൻ കിട്ടില്ല. ഞങ്ങളതുകൊണ്ട് കുറച്ച് വെയിറ്റ് ചെയ്തു.
ആ സമയത്ത് തന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, രജിസ്റ്റർ ചെയ്തതായിരിക്കുന്ന ഭൂമി നിലവിലുള്ളതായിരിക്കുന്ന വഴിക്കനുസരിച്ചാക്കാൻ വേണ്ടി ഞങ്ങൾ രണ്ടാമത് KPC പ്രസിഡൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത ഭൂമിയിൽ നിന്ന് ഒരു പാർട്ട് ബ്ലോക്ക് പ്രസിഡൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്തു. എന്നിട്ട് KPC പ്രസിഡന്റ് അവിടെ വന്നു, കൽപ്പറ്റ രജിസ്ട്രേഷൻ ഓഫീസിൽ വന്നു, രജിസ്ട്രേഷൻ നടത്തി. ആ ഭൂമിയുടെ ലേഔട്ട് ഡിസൈൻ ഞങ്ങൾ പാർഷ്യൽ ലേഔട്ട് ഞങ്ങളിപ്പോൾ കൊടുത്തു. അതിൻ്റെ കറക്ഷൻ നോട്ടീസ് വന്നു, കറക്റ്റ് ചെയ്ത് കൊടുത്തു. ഞങ്ങൾക്ക് ഈ ഒരു ചുരുങ്ങിയ ദിവസത്തിനകം ഞങ്ങൾക്കതിൻ്റെ അല്ല, അപ്പോൾ UDF സർക്കാർ വന്നല്ലേ, ഇനിയിപ്പോൾ അത്ര പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾ വരില്ല, ഞങ്ങൾക്ക് അതിലേക്ക് പൂർത്തിയാക്കാൻ കഴിയും, കൊണ്ടുവരാം. അപ്പോൾ ഇതിൻ്റെ പെർമിഷൻ കിട്ടാൻ പോവുക. പാർഷ്യൽ ലേഔട്ട് ഞങ്ങൾ കൊടുത്തതിൻ്റെ പെർമിഷൻ ഞങ്ങൾക്ക് ദിവസങ്ങൾക്കകം കിട്ടാൻ പോവുക. അത് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ കിണറിൻ്റെ വർക്ക് ഞങ്ങളത് പൂർത്തിയായി. 20 ഫീറ്റ് ഡയമീറ്റർ ഉള്ളതായിരിക്കുന്ന വലിയ കിണർ, അവിടെ പ്രോജക്റ്റിന് ആവശ്യമുള്ള മുഴുവൻ വെള്ളവും കിട്ടത്തക്കരിയുള്ള കംപ്ലീറ്റ് ആയി. ഇനി ഭവന നിർമ്മാണം ഉടനെ ആരംഭിക്കുന്നത് ഈ പെർമിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ ആരംഭിക്കും. ഇനി കോൺഗ്രസ് പിരിച്ച തുക, അതിന് കണക്ക് KPC പ്രസിഡന്റ് കൃത്യമായിട്ട് പറഞ്ഞു. എന്താ ഇവർ പ്രചരണം, ശവം തൂക്കുക. അല്ല, അതല്ല അതിൻ്റെ ഒരു അവിടെ നിൽക്കട്ടെ. അത് കണക്കിൻ്റെ KPC പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്, ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ ഇനിയിപ്പോൾ തടസ്സങ്ങളെല്ലാം നീങ്ങിയല്ലോ, സ്വാഭാവികമായിട്ടും സർക്കാരാണ്, സർക്കാരിന് എന്ത് തരത്തിലും മുന്നേറാം. ആ തടസ്സങ്ങൾ നീക്കിയ സ്ഥിതിക്ക് എന്നത്തോടുകൂടി നമുക്കത് ഒരു പൂർത്തിയാക്കാൻ കഴിയുന്നത് ഏകദേശം പറയാം? വളരെ വേഗത്തിൽ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ലീഗിൻ്റെ വീടുകൾ നിർമ്മിച്ച സമാനമായ കമ്പനി നിർമ്മാൺ, അവരും ടോണിപ്പം ഡിസൈനിങ്, ഞങ്ങളത് വീടിൻ്റെ ഡിസൈനിങ് ആയി. ഞങ്ങളത് 3, സർക്കാരിൻ്റെത് 2 മുറിയാണ്, ഞങ്ങളത് 1100 സ്ക്വയർ ഫീറ്റാണ്, 8 സെൻറ്റാണ്. മാത്രമല്ല നല്ല ക്വാളിറ്റി ആയിട്ടുള്ള രീതിയിലാണ് അതിൻ്റെ ക്രമീകരണം വന്നിട്ടുള്ളത്. 3 റൂം ഉൾപ്പെടെ എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. അത് ആരംഭിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും 6 മാസത്തിനപ്പുറം പോകില്ല. 6 മാസത്തിനുള്ളിൽ നിർമ്മാണം ആരംഭിച്ച് 6 മാസത്തിനകം വീട് നൽകാൻ കഴിയും. ആദ്യത്തെ ഫസ്റ്റ് ഫേസ് നമുക്ക് പൂർത്തിയാക്കി കൊടുക്കാം. നമുക്ക് ഇനി ഒരു കൃഷിയിലേക്ക് കൂടി വന്നു കഴിഞ്ഞാലേ, വയനാട് വന്യജീവി ആക്രമണമൊക്കെ നേരിടുന്ന ഒരു സ്ഥലമാണ്, കർഷക ആത്മഹത്യകളൊക്കെ ഉണ്ടായ സ്ഥലമാണ്. നേരത്തെ അവിടെ നിന്ന് വയനാട് നിന്ന് ഒരു കൃഷി മന്ത്രി എത്തുന്നു. ഫസ്റ്റ് പ്രയോറിറ്റി എന്തായിരിക്കും? 2-3 കാര്യങ്ങളുണ്ട്. ഈ കൃഷി ആദായകരമല്ല എന്നതാണ് മണ്ണിൽ നിന്ന് കർഷകൻ കുടിയിറങ്ങാനുള്ള കാരണം. കൃഷി ആദായകരമാണെങ്കിൽ കുറേ കാര്യങ്ങൾ അതിൻ്റെ കണക്റ്റഡായി ചെയ്യേണ്ടതുണ്ട്. ഒന്ന്, അവൻ മണ്ണിൽ ചെലവഴിക്കുന്നതായിരിക്കുന്ന തുക അവന് കിട്ടുകയും പ്ലസ് അവന് ലാഭകരമായി ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം കൃഷി കൊണ്ടുണ്ടാവണം. ഇന്നതുണ്ടാവുന്നില്ല. അതിന് പല പല കാരണങ്ങളുണ്ട്. ഒന്ന്, രാസവളത്തിൻ്റെ വില ഇത്രയധികം വർദ്ധിച്ചൊരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. സെൻട്രൽ ഗവൺമെൻറ് ഈ കാര്യത്തിൽ വളരെ ഗുരുതരമായിട്ടുള്ള പാളിച്ചാണ്. നിയന്ത്രണമുണ്ട്. വളരെ സീരിയസ് ആയിട്ടുള്ള സമയം. ഞാനൊരു ദിവസം രാസവള നിയന്ത്രണവും രാസവള വിലക്കയറ്റവും അസംബ്ലിയിൽ വളരെ സീരിയസ് ആയി കൊണ്ടുവന്ന സബ്ജക്റ്റാണ്. ഇതൊരു പ്രശ്നം. 2, പഴയ തലമുറ കൃഷിയിൽ വ്യാപൃതരായതുപോലെ പുതിയ തലമുറ കൃഷിയോട് കാണിക്കുന്ന ആഭിമുഖ്യക്കുറവ്, തൊഴിലാളികളുടെ പ്രശ്നം, അങ്ങനെ തുടങ്ങി വിവിധങ്ങളായ വന്യമൃഗ ശല്യമുണ്ട്. അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കണക്ട് ചെയ്യപ്പെട്ട് കിടക്കുന്നുണ്ട്. ഈ പ്രശ്നം അതിജീവിക്കാൻ കൃഷി ലാഭകരമാക്കുകയും അതോടൊപ്പം അതിൻ്റെ വിപണനം, അതിൻ്റെ വാല്യൂ ആഡഡ്, അതിൻ്റെ എക്സ്പോർട്ട്, അനുബന്ധ സംവിധാനങ്ങൾ, കുറേ കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടേണ്ടതുണ്ട്. ഞാൻ ഒരു കാര്യം പറയുന്നു, കേരളത്തിലെ കാർഷിക വൃത്തിയിലുള്ളതായ ആളുകളുടെ കാർഷിക പ്രവർത്തനത്തെ, അത് വിത്ത് മുതൽ പ്രോഡക്റ്റിൻ്റെ പ്രോസസ്സിംഗ് ഉൾപ്പെടെയുള്ള എല്ലാ തലവും അന്താരാഷ്ട്ര ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലേക്ക് ഇതിനെ കണക്ട് ചെയ്യാമെന്ന്. അപ്പോൾ ഇപ്പം നിലവിൽ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, സ്പൈസസ് ഒക്കെ നന്നായി എക്സ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് കേരളത്തിൽ. ഈ കയറ്റുമതി സർവതല സ്പർശിയായി ഇപ്പോൾ മോഡലായി ലോകരാജ്യങ്ങളിൽ വിവിധ തലങ്ങളിലുള്ള ഫാമിംഗ് ഉണ്ട്. വിവിധ തലങ്ങളിലുള്ള അത് അത്ര ഒരു മാറ്റം, യഥാർത്ഥത്തിൽ അത്തരം ഫാമിങ്ങിൻ്റെ ഉൽപ്പാദന ക്ഷമത വർദ്ധിപ്പിക്കാൻ കഴിയുന്ന അത്ര ഒരു മാറ്റം, അതിലൊരു മാറ്റം കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. ആദ്യം മോഡൽ ആരംഭിക്കുക.
ആ മോഡൽ മറ്റുള്ളിടത്തേക്ക് റിപ്ലിക്കേറ്റ് ചെയ്യുക. ഇപ്പം ഇസ്രായേൽ ഉൾപ്പെടെ അമേരിക്ക ഉൾപ്പെടെ യൂറോപ്പ് ഉൾപ്പെടെ മറ്റുള്ള മിഡിൽ ഈസ്റ്റിലുള്ളതായിരിക്കുന്ന മണൽപ്പരപ്പിലെ രാജ്യങ്ങളിൽ ഉൾപ്പെടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉൾപ്പെടെ ഇതിന് ഉപയോഗിക്കുകയാണ്. എ ഐ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ കാലാവസ്ഥ, ഇപ്പോൾ ക്ലൈമറ്റ് റെസീലിയൻ്റ് ആയിട്ടുള്ള അഗ്രികൾച്ചർ സിസ്റ്റം ഡെവലപ്പ് ചെയ്യണം. കാലാവസ്ഥ കർഷകന് കൊടുക്കാൻ പറ്റണം. അതിനനുസരിച്ച് അവന് വിതയ്ക്കാനും കൊയ്യാനും പറ്റണം, അല്ലെങ്കിൽ അതിന് നഷ്ടമുണ്ടാകും. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എല്ലാ മേഖലയും ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. വന്യമൃഗശല്യത്തിൻ്റെ കാര്യത്തിൽ, അഗ്രികൾച്ചറിൻ്റെ കാര്യത്തിൽ AI ടൂൾ ഉപയോഗിക്കണം. അതിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള വേൾഡ് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്, ആദായകരമായ ഉദാഹരണങ്ങളുണ്ട്. അപ്പോൾ അതിനൂതനമായിട്ടുള്ള സംവിധാനത്തിലേക്ക് നമ്മുടെ കാർഷിക മേഖലയെ കൊണ്ടുവരികയും ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലേക്ക് നമ്മുടെ കർഷകൻ്റെ പ്രവർത്തനത്തെ നമുക്ക് ബന്ധിപ്പിക്കാനും സാധിച്ചാൽ കൃഷി ആദായകരമാക്കാൻ സാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ ഒരു തമാശ പറയാറുണ്ട് ആളുകൾ, ഈ പരിസ്ഥിതി ദിനത്തിൽ കൊടുക്കുന്ന മരമെല്ലാം കൂടെ പകുതിയെങ്കിലും കേരളത്തിൽ വളർന്നിരുന്നെങ്കിൽ കേരളം കാടായി മാറിയാനെന്ന്. അതുപോലെ കൃഷിക്ക് വേണ്ടി വലിയ തുക എല്ലാ വർഷവും സർക്കാരുകൾ ബഡ്ജറ്റിൽ നീക്കി വെക്കുന്നതാണ്. ഈ തുക യഥാർത്ഥത്തിൽ താഴെ തട്ടിൽ കൃത്യമായി എത്തുന്നില്ല എന്നുള്ളത് പല തട്ടിലായിരുന്നു. ഈവൻ നെല്ലിന് സംഭരണിച്ചാൽ പോലും എല്ലാ തവണയും അവർ സമരം ചെയ്ത് എത്രയോ ദിവസം കാത്തിരുന്നിട്ടാണ് അവർക്ക് ആ വില പോലും കിട്ടുന്നത്. യഥാർത്ഥത്തിൽ ആ ലാഭം കിട്ടാതെ പോകുന്നതുകൊണ്ടാണ്, ശരിയായ ആളുകൾ എത്താതെ പോകുന്നതുകൊണ്ടാണ് ഇവർക്ക് ആ കൃഷി നഷ്ടമാണെന്ന് വരുന്നതും ആളുകൾ മാറുന്നതും ഒക്കെ. അതിനൊരു മാറ്റം ഉണ്ടാക്കും. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ ചുമതല ഏറ്റെടുത്ത് സത്യപ്രതിജ്ഞ കഴിഞ്ഞ് പിറ്റേ ദിവസം 2 ദിവസം കഴിഞ്ഞ് വീണ്ടും ക്യാബിനറ്റ് ഉണ്ടായി. ആ ക്യാബിനറ്റ് മീറ്റിങ്ങിൽ നെല്ലിൻ്റെ വിഷയം ഞാനാണ് റേസ് ചെയ്തത്. CM-നോട് പറഞ്ഞു, വളരെ പ്രധാനപ്പെട്ട സാഹചര്യമാണ്, മഴ വരുന്നതിന് മുമ്പേ കൊയ്യാനുള്ള നെല്ലും കൊയ്ത് സംഭരിച്ച് വെച്ചിരിക്കുന്ന നെല്ലും മുഴുവൻ പ്രൊക്യൂർ ചെയ്തിട്ട് പോകണം. അല്ലെങ്കിൽ മഴ കൊണ്ടാൽ ഇത് മുളച്ചു പോയാൽ പിന്നെ തീർന്നു, കർഷകന് വലിയ നഷ്ടമായി. അടിയന്തരമായി ഈ കാര്യത്തിൽ തീരുമാനമുണ്ടാകും. അപ്പോൾ എന്നോട് പറഞ്ഞു, ഒരു കമ്മിറ്റി ഫോം ചെയ്യുക, ക്യാബിനറ്റ് സബ് കമ്മിറ്റി, സഹകരണ മന്ത്രി ലിജു, ഫുഡ് ആൻഡ് സിവിൽ സപ്ലൈസ് അനൂപ് ജേക്കബ്, പിന്നെ കോർഡിനേറ്റ് ചെയ്യാൻ കൃഷി വകുപ്പ് മന്ത്രി. ഞങ്ങൾ ഉടനെ അന്ന് വൈകുന്നേരം 3 മണിക്ക് യോഗം വിളിച്ചു. ആ യോഗത്തിൽ ഉദ്യോഗസ്ഥന്മാരെ പങ്കെടുപ്പിച്ചു. മഴയ്ക്ക് മുമ്പേ കൊയ്യാനുള്ളതും കൊയ്തതും എടുക്കാത്തതുമായിട്ടുള്ള മുഴുവൻ നെല്ലും എടുക്കാൻ തീരുമാനമെടുത്തു. അവർക്ക് പണവും കൊടുക്കും. അപ്പോൾ പിന്നെ രണ്ടാമത്തെ ഇഷ്യൂ പണം കൊടുക്കുന്നതാണ്. അപ്പോൾ പാഡി റെസിപ്റ്റ് ഷീറ്റ്, PRS റെസിപ്റ്റ് കൊടുക്കും. ഒന്ന് PRS ഇഷ്യൂ ചെയ്യുന്നതിലുള്ള വൈകൽ, 2 PRS ഇഷ്യൂ ചെയ്തതിന് ശേഷവും വെരിഫിക്കേഷൻ നടത്താത്ത പ്രശ്നം, PRS ഇഷ്യൂ ചെയ്ത് വെരിഫിക്കേഷൻ നടന്നതിന് പൈസ കൊടുക്കാത്ത പ്രശ്നം, 3 ഇഷ്യൂ നിൽക്കുകയാണ്. PRS കൊടുത്തു കഴിഞ്ഞാലും ബാങ്ക് അതിനെ കടമായി ട്രീറ്റ് ചെയ്യുകയാണ്. ഇവരുടെ സിബിൽ സ്കോർ തകരുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം സഹകരണ ബാങ്കുകൾക്ക് കൊടുക്കാനുള്ള പണം. 720 കോടിയോളം രൂപയാണ് സഹകരണ ബാങ്കുകൾക്ക് കൊടുക്കാനുള്ളത്. അതുപോലെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ നെല്ല് സംഭരിച്ച വകയിൽ കൊടുക്കാനുള്ള വലിയ ഭീമമായ തുക, ഇത്രയൊക്കെ കൊടുക്കാൻ കിടക്കുകയാണ്. ഫിനാൻസിൽ 3 ഫയൽ കിടക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്. നെല്ല് സംഭരണവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മാത്രം 3 ഫയൽ കിടക്കണം, അവിടെ കിടക്കുകയാണ്. ഞങ്ങളത് ഐഡൻറ്റിഫൈ ചെയ്തു. ഞങ്ങൾ മുഖ്യമന്ത്രിയോട് സംസാരിച്ചു. ഉടനെ തീരുമാനം എടുക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പണം കൊടുക്കാനുള്ളത്, സംഭരിക്കാനുള്ളത്, PRS സംബന്ധിച്ചതായിരിക്കുന്ന പ്രശ്നങ്ങൾ, ഈ രജിസ്റ്റർ ചെയ്യാൻ വൈകിയതായ കർഷകൻ്റെ നെല്ല് നഷ്ടപ്പെടുമോ എന്നുള്ള ആദി, അപ്പോൾ രജിസ്റ്റർ ചെയ്യാത്ത കർഷകൻ്റെ നെല്ല് എടുക്കാനുള്ള തീരുമാനം, അതിൻ്റെ കൂടെ തന്നെ ഒരു തീരുമാനം കൂടി എടുത്തു. അടുത്ത വർഷം രജിസ്റ്റർ ചെയ്യാത്ത കർഷകൻ ഉണ്ടാവരുത്, രജിസ്ട്രേഷൻ അവൻ അറിയണം. അപ്പോൾ അറിയാനുള്ള സംവിധാനം ഉൾപ്പെടെ അത് ഇന്നും കൃഷി വകുപ്പിൻ്റെ ഡയറക്ടർ ശ്രീരാം വെങ്കിട്ടരാമനെ ഇന്നും ഓർമ്മപ്പെടുത്തി അതിനുള്ള മെക്കാനിസം ഉണ്ടാക്കണം. അങ്ങനെ ഏറ്റെടുത്തതിന് ശേഷം ദ്രുതഗതിയിൽ ചലിച്ചുകൊണ്ടിരിക്കുകയാണ് കാർഷിക. എന്തായാലും അടുത്ത ഈ 5 വർഷം മന്ത്രിസ്ഥാനത്ത് പൂർത്തിയാക്കുമ്പോൾ കേരളത്തിൽ കൃഷി ചെയ്യുന്ന കർഷകന് മാന്യമായി അന്തസ്സായി ജീവിക്കാൻ കഴിയുന്ന ഒരവസ്ഥ, അത് ഒരു പരിധിവരെയെങ്കിലും സാധ്യത, അന്തസ്സായി ജീവിക്കാൻ കഴിയുന്ന അവസ്ഥയുണ്ടാകും എന്നുള്ളത് മാത്രമല്ല, ഞാൻ ഒരു കാര്യം കൂടെ പറയുന്നു. നമ്മുടെ സൊസൈറ്റി ഒരു വലിയ ഒരു പ്രശ്നത്തിലൂടെ പോവുകയാണ്. ബർത്ത് റേറ്റ് കുറവ്, ഡെത്ത് റേറ്റ് കുറവ്, ലോഞ്ചിവിറ്റി ആയുർദൈർഘ്യം കൂടുതൽ, അതിൻ്റെ കൂടെ പ്ലസ് മൈഗ്രേഷൻ ഹൈ റേറ്റിൽ, നെഗറ്റീവ് പോപ്പുലേഷൻ ഗ്രോത്തിലേക്ക് പോകുന്നൊരു സൊസൈറ്റിയാണ് കേരളം. വളരെ അലാമിങ് സിറ്റുവേഷനാണ്.
അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ പ്രായാധിക്യമുള്ള ആളുകളുടെ ഡിപ്പാർട്ട്മെൻറ്റ് ആരംഭിച്ചതെന്ന് പറഞ്ഞാൽ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു സാഹചര്യമാണ്. നെഗറ്റീവ് പോപ്പുലേഷൻ ഗ്രോത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതിനെ കൃത്യമായി അഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ കേരളം ഒരു വയോജന കമ്മ്യൂണിറ്റിയായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ മൈഗ്രേഷനും കൂടെയാണ്. റിവേഴ്സ് മൈഗ്രേഷനെ കുറിച്ചൊക്കെ നമ്മൾ പറയുന്നുണ്ട്, പക്ഷേ അത് താരതമ്യേന കുറവാണ്. പക്ഷേ ഒരു സാഹചര്യമുണ്ട്, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ്, അമേരിക്ക എല്ലായിടത്തും അരക്ഷിതാവസ്ഥയുണ്ട്. എല്ലായിടത്തും ഓരോ തലത്തിലുള്ള അരക്ഷിതാവസ്ഥയാണ് അതിന്. ചിലയിടത്ത് ജോലി കിട്ടാത്ത പ്രശ്നങ്ങളുണ്ട്, ചിലയിടത്ത് പുറത്ത് കാണുന്നത് പോലെയല്ല, യുദ്ധത്തിൻ്റെ അന്തരീക്ഷമുണ്ട്, അങ്ങനെ പല അന്തരീക്ഷമുണ്ട്. ഈ പോയവരൊക്കെ തിരിച്ചു വരും. തിരിച്ചു വന്നാൽ IT മാറി AI ആയി. IT യിൽ നിന്ന് കുറച്ചുകൂടെ ഡെവലപ്പ് AI പോയി. ഓരോ സെഗ്മെൻറ്റും ചേഞ്ച് ചെയ്യപ്പെടുക. പരമ്പരാഗതമായിട്ടുള്ള സിസ്റ്റം ഇല്ല. ഞാൻ പറയുന്നു, മനുഷ്യന്, ചെറുപ്പക്കാർക്ക് അഭിമാനത്തോടു കൂടി ആശ്രയിച്ച് പോയി ജീവിതം പുലർത്താൻ കഴിയുന്ന ഒരു മേഖലയായി കൃഷി മാറുക എന്നുള്ളതാണ്. അത് മാറാൻ സാധിക്കും. അതിനനുസരിച്ചുള്ള ഒരു ആത്മവിശ്വാസം നൽകുന്ന വകുപ്പാക്കി കൃഷി വകുപ്പിനെ മാറ്റും. എന്തായാലും അത് ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ്. 5 വർഷം കൊണ്ട് കേരളത്തിലെ ഒരു ചെറുപ്പക്കാരന് കൃഷിയിലൂടെ എനിക്ക് ജീവിക്കാൻ കഴിയും, അതും അന്തസ്സായി മാന്യമായി ജീവിക്കാൻ കഴിയും, അത്തരം ഒരു അന്തരീക്ഷം ഒരുക്കും എന്നാണ് കൃഷിമന്ത്രി ടി സിദ്ദിഖ് പറയുന്നത്. എന്തായാലും അത് കഴിഞ്ഞാൽ വിപ്ലവകരമായൊരു മാറ്റം തന്നെയാണ്. അതിന് നേതൃത്വം കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. നന്ദി. നമസ്കാരം.